ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ നോവൽ സ്വർണം, അധ്യായം 22. റിവോൾവർ കുത്തിയമർത്തപ്പെട്ട തൻ്റെ നെറ്റിയിൽ ഞൊടിയുടെ വീർപ്പ് പൊടിയുന്നത് DYSP ശേഷൻ അറിഞ്ഞു. വീർപ്പ് മണികൾ ഒത്തുകൂടി ബാരലിനെ ചുറ്റി താഴേക്ക് വന്നു. കൃത്യം ശേഷണ്ണയുടെ പുരുകങ്ങൾക്കിടയിലൂടെ ഒലിച്ച് അത് മൂക്കിൻ തുമ്പത്തെത്തി. തുടർന്ന് നെഞ്ചിലേക്ക് ഇറ്റുവീണു. പറയടാ. SP മഹിപാൽ യാദവിൻ്റെ ചുരുട്ട് കടിച്ചു പിടിച്ച പല്ലുകൾക്കിടയിലൂടെ ശബ്ദം പുറത്തു വന്നു. പുറത്തേക്ക് പടർന്ന പുകയ്ക്കുള്ളിൽ പ്രേതത്തിൻ്റേതുപോലെ മഹിപാൽ യാദവിൻ്റെ മുഖവും തീക്കട്ട പോലെ ജ്വലിക്കുന്ന കണ്ണുകളും ശേഷണ്ണ കണ്ടു. വറ്റിവരണ്ട തൊണ്ടയിലേക്ക് ഒരു തുള്ളി ഉമിനീരെങ്കിലും ഇറക്കാൻ അയാൾ കുതിച്ചു. CI ഗുണ്ടപ്പ എല്ലാം കണ്ടും കേട്ടും ഒരു പ്രതിമ കണക്കെ നിശ്ചലനായി നിന്നു. SP സാർ ശേഷണ്ണയെ കൊല്ലുമെന്ന് അയാൾക്ക് തോന്നി. പറയാൻ നിനക്ക് മനസ്സില്ല അല്ലേ? മഹിപാൽ യാദവ് ശേഷണ്ണയെ പിടിച്ചൊന്നു കുലുക്കി. എനിക്കറിയാം നിന്റെ നാവിൽ ചങ്ങലപ്പൂട്ടിട്ടിരിക്കുന്നവർ ആരൊക്കെയാണെന്ന്. മഹിപാൽ യാദവ് തലകുടഞ്ഞു. അതുകൊണ്ട് തന്നെ നിന്റെ ചുണ്ടിൽ നിന്നത് കേൾക്കണമെന്ന് എനിക്കും വാശിയ. അപ്പോഴും ശേഷണ്ണ അനങ്ങിയില്ല. മഹിപാൽ യാദവിൻ്റെ മുഖം മുറുകി. നാനു ഏനു മാടബേക്കു, നിന്നെ കൊല്ലട്ടേടാ. മഹിപാൽ യാദവിൻ്റെ വലതു കൈയുടെ ചൂണ്ടുവിരൽ ട്രിഗറിൽ അമരുന്നതും സിലിണ്ടർ കറങ്ങാൻ ഒരുങ്ങുന്നതും കൺകോണിലൂടെ ശേഷണ്ണ അറിഞ്ഞു. കൊല്ലരുത് സാർ, ഞാൻ പറയാം. അയാളുടെ വരണ്ട തൊണ്ടയിൽ നിന്ന് തവള കരയും പോലെ ഒരു ശബ്ദം പുറത്തു ചാടി. വേഗം പറഞ്ഞു. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അത് തിമ്മക്കയുടെ ടീമായിരുന്നു. പറഞ്ഞു കഴിഞ്ഞതും കാറ്റുപോയ ബലൂൺ പോലെയായി ശേഷണ്ണ. അയാൾ യാചിച്ചു. സാർ, ഞാനിത് പറഞ്ഞെന്നറിഞ്ഞാൽ അവർ എന്നെയും കൊല്ലാൻ മടിക്കില്ല. ഇങ്ങനെ അളിഞ്ഞ കഴുതയെപ്പോലെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഭേദം താനൊക്കെ ചാകുന്നതാടോ. ആണും പെണ്ണുമല്ലാത്ത ജീവിതം. ഒന്ന് കാറി തുപ്പിക്കൊണ്ട് മഹിപാൽ യാദവ് ശേഷണ്ണയിലെ പിടിവിട്ടു. റിവോൾവർ മാറ്റി. പിന്നെ കൈവീശി അയാളുടെ കരണത്തൊന്ന് പൊട്ടിച്ചു. ശേഷണ്ണയുടെ തൊപ്പി തെറിച്ചു വീണു. നായേ, സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരാളുടെ ചോര വീഴ്ത്താൻ നീ അവരുടെ കൂടെ ചേർന്നു. ഇങ്ങനെയുള്ള നിനക്കെങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ മനസ്സുണ്ടാകുമടാ? അടിയേറ്റ കവിളിൽ തടവിക്കൊണ്ട് ശേഷണ്ണ കുനിഞ്ഞ് തൻ്റെ തൊപ്പിയെടുത്തു. മഹിപാൽ യാദവ് അയാളുടെ കയ്യിൽ പിടിച്ചു. നീ വാ, എൻ്റെ കുടുംബത്തെ കാണണ്ടേ? അയാളുമായി കൊടുങ്കാറ്റ് പോലെ SP പുറത്തേക്ക് കുതിച്ചു. ഒപ്പം നടക്കാനാഞ്ഞ ഗുണ്ടപ്പയെ തടഞ്ഞു. വേണ്ട, താൻ ഇവിടെ തന്നെ നിന്നാൽ മതി. സർ, ഗുണ്ടപ്പ അർദ്ധശങ്കയോടെ പിൻവാങ്ങി. പോർച്ചിൽ കിടന്നിരുന്ന റാംഗ്ലർ ജീപ്പിൻ്റെ മുൻ സീറ്റിലേക്ക് ശേഷണ്ണയെ വലിച്ചെറിയും പോലെ കയറ്റി മഹിപാൽ യാദവ്. പിന്നെ ബോണറ്റിനെ വലം വെച്ച് സ്റ്റിയറിംഗ് വീലിന് പിന്നിലെത്തി. SP ഓഫീസിന് മുന്നിൽ വട്ടം തിരിഞ്ഞ് ജീപ്പ് പാഞ്ഞു. SP-യുടെ ക്വാർട്ടേഴ്സിന് മുന്നിൽ ജീപ്പ് ബ്രേക്കിട്ടു. ഇറങ്ങിവാടോ, ഗർജിച്ചുകൊണ്ട് മഹിപാൽ യാദവ് ഇറങ്ങി. ശക്തിയിൽ ഡോർ അടഞ്ഞു. അറച്ചറച്ച് ശേഷണ്ണയും പുറത്തേക്ക് കാൽവെച്ചു. മഹിപാൽ യാദവ് കോളിംഗ് ബെൽ അമർത്തി. അല്പം കഴിഞ്ഞാണ് വാതിൽ തുറക്കപ്പെട്ടത്. കറുത്ത കണ്ണട ധരിച്ച ഒരു 60കാരൻ. ശേഷണ്ണ ഒന്ന് കിടുങ്ങി. SP സാറിൻ്റെ അച്ഛൻ. യാദവ്, അച്ഛൻ വിളിച്ചു. അതെ അച്ഛാ, നമുക്കൊരു വിരുന്നുകാരൻ കൂടിയുണ്ട്. വളരെ വേണ്ടപ്പെട്ടയാൾ, മഹിപാൽ യാദവ് അറിയിച്ചു. അതാരാ? ചോദ്യം ഒരു സ്ത്രീ ശബ്ദമായിരുന്നു. ശേഷണ്ണ തിരിഞ്ഞു. SP-യുടെ അമ്മ. കൂടെ അനുജനുമുണ്ട്. എല്ലാവരും കറുത്ത കണ്ണട ധരിച്ചിരുന്നു. അമ്മേ, ഇത് ശേഷണ്ണ. നിങ്ങളൊക്കെ അറിയും. അന്ന് ഇയാൾ CI ആയിരുന്നു. അമ്മ ഇയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ശേഷണ്ണ. മൂവരും ഒരേ നേരത്താണ് പ്രതികരിച്ചത്. ആ ദുഷ്ടനോ? അവനെ നീ എന്തിനിങ്ങോട്ട് കൊണ്ടുവന്നു? അച്ഛൻ്റെ ശബ്ദത്തിൽ അമർഷം തിങ്ങി. നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ. പറഞ്ഞിട്ട് മഹിപാൽ യാദവ് മൂവരുടെയും കണ്ണടകൾ എടുത്തു മാറ്റി. നോക്ക് ശേഷണ്ണേ. ഒറ്റ ദർശനത്തിൽ തന്നെ ഉരുകിപ്പോയി ശേഷണ്ണ. അവരുടെ കണ്ണുകളുടെ സ്ഥാനത്ത് കരിഞ്ഞുണങ്ങിയ കുഴികൾ പോലെ. നിന്റെ സാന്നിധ്യത്തിൽ അവർ ആസിഡ് ഒഴിച്ചത ശേഷണ്ണേ ഇത്. ഓർക്കുന്നുണ്ടോ? സൂചിയുടെ മൂർച്ചയുണ്ടായിരുന്നു മഹിപാൽ യാദവിൻ്റെ ശബ്ദത്തിന്. ശേഷണ്ണയ്ക്ക് തല കറങ്ങി. അയാളുടെ ഓർമ്മയിൽ ഫിലിം നെഗറ്റീവ് പോലെ ചില ചിത്രങ്ങൾ മിന്നി. ബലമായി തറയിലേക്ക് പിടിച്ചമർത്തപ്പെടുന്ന 3 പേർ. അവരുടെ കണ്ണുകൾ തുറന്ന് അവിടേക്ക് ആസിഡ് ഒഴിക്കുന്ന തിമ്മക്ക. ഹോ! ശേഷണ്ണ മുഖം തിരിച്ചു. തിമ്മക്കയുടെ അന്നത്തെ വാക്കുകൾ അയാളുടെ കാതുകൾക്ക് ചുറ്റും നിന്ന് കറങ്ങി. ഇനി നിങ്ങൾ ഒന്നും കാണാൻ പാടില്ല. ചിലർ പറയാറുണ്ട് കാലിനെ കാണുന്നതാവും അവസാന കാഴ്ചയെന്ന്. ഈ തിമ്മക്കയെ കാണുന്നതും അതുപോലെ തന്നെയാ. മരിക്കും വരെ ഓർമ്മയിൽ ഈ കാഴ്ച ഉണ്ടാവും നിങ്ങൾക്ക്. നിങ്ങളുടെ മകന് ഞാൻ കൊടുക്കുന്ന വിലപ്പെട്ട സമ്മാനം. മഹിപാൽ യാദവ് മൂവരുടെയും മുഖത്ത് കണ്ണടകൾ വെച്ചുകൊടുത്തു. ശേഷം ശേഷണ്ണയോട് പറഞ്ഞു. എനിക്ക് പിന്നാലെയാ ഇവരെ കൊണ്ടുവന്നത്.
മുന്നൊരുക്കങ്ങൾ അറിയാൻ ഞാൻ ആദ്യം പോന്നു. പിന്നെ ഒന്ന് നിർത്തിയിട്ട് യാദവ് തുടർന്നു. കണ്ണ് കാണാത്ത ഇവരെ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ? എൻ്റെ ശത്രുക്കളുടെ നിലവിളി ഓരോന്നായി കേൾപ്പിക്കാൻ. കാതുകളിൽ ആസിഡ് ഒഴിച്ചിട്ടില്ലല്ലോ നിന്റെ തിമ്മക്ക മാഡം. സർ, എന്നോട് ക്ഷമിക്കണം. ശേഷണ്ണയുടെ ശബ്ദം പതറി. ഇല്ല, ഒരിക്കലുമില്ല. മഹിപാൽ ശക്തമായി കിതച്ചു. ശത്രുവിനോട് സന്ധി ചെയ്യുന്നതും അവരെ വിട്ടയക്കുന്നതും ഏറ്റവും വലിയ വിഡിത്തമാണെന്ന് തിരിച്ചറിഞ്ഞവനാ ഞാൻ. പക്ഷെ ശേഷണ്ണ, നിനക്ക് ഞാൻ ഒരു ചാൻസ് തരികയാ. എൻ്റെ ഔദാര്യം. നിന്നെ ഏറ്റവും അവസാനത്തേക്ക് മാറ്റിവെക്കാം. അതും ഇടയ്ക്ക് നീ ഏതെങ്കിലും ഫോൾ പ്ലേക്ക് മുതിർന്നില്ലെങ്കിൽ മാത്രം. അപ്പോൾ പോയേക്കാം. മഹിപാൽ യാദവ് തിരിഞ്ഞു. അച്ഛാ, ഞങ്ങൾ ഇറങ്ങുന്നു. ശേഷണ്ണയുമായി അയാൾ സിറ്റൗട്ടിലേക്ക് വന്നപ്പോൾ ഒരു പോലീസ് ജീപ്പ് ഗേറ്റ് കടന്നെത്തി. അതിൽ നിന്ന് SI ശിവയോഗിയും 4 പോലീസുകാരും ഇറങ്ങി. അവർ SP-യുടെ മുന്നിൽ അറ്റൻഷനായി. ശിവയോഗി, മഹിപാൽ യാദവ് വിളിച്ചു. സർ, ഇന്നു മുതൽ നിങ്ങൾക്കിവിടെയാണ് ഡ്യൂട്ടി. രാവും പകലും. ബുദ്ധിമുട്ടുണ്ടോ? നോ സർ. ഗുഡ്. അയാൾ കൈ ചൂണ്ടി. അകത്തുള്ളത് കണ്ണ് കാണാനാവാത്ത 3 ജന്മങ്ങളാണ്. കണ്ണുള്ള നിങ്ങൾ ഇവിടെയുള്ളപ്പോൾ അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല സർ. അഥവാ അനുവാദം കൂടാതെ ആരെങ്കിലും കടന്നു വന്നാൽ ഷൂട്ട് അറ്റ് സൈറ്റ്. അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. ഗേറ്റ് കടന്നു വരുന്നത് ഈ ശേഷണ്ണ ആയാൽ പോലും ഒന്നും നോക്കണ്ട. ഒറ്റ വാക്കുപോലും ചോദിക്കണ്ട. ഒബേ മൈ ഓർഡർ. അയാളുടെ ശബ്ദത്തിന് മൂർച്ച കൂടി. എന്തു വന്നാലും ഞാൻ ഹാൻഡിൽ ചെയ്തിരിക്കും. തനിക്കൊരു കുഴപ്പവും വരാതെ. പോരെ? മതി സർ. ശേഷണ്ണ തന്നെ രൂക്ഷമായി നോക്കുന്നത് ശിവയോഗി കണ്ടു. അയാൾ പക്ഷേ മുഖം തിരിച്ചു കളഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞു. ഉദണ്ഡന്റെ പർണശാലയുടെ ഉള്ളിലിരുന്ന തിമ്മക്ക അസ്വസ്ഥയായി. ഇനി 1 മണിക്കൂർ കൂടി വേണം വൈദ്യരുടെ കണക്കനുസരിച്ച് രുദ്രേഷ് ഗൗഡ സംസാരിക്കാൻ. എണ്ണത്തോണിയിലേക്ക് എന്തൊക്കെയോ ചില മരുന്നുകൾ കൂടി ഇടുകയാണ് ഉദണ്ഡൻ. തോണിക്കടിയിലേക്ക് ശിഷ്യന്മാർ കുറച്ച് തീക്കനലുകൾ കൂടി കൊണ്ടുവന്നിട്ടു. രുദ്രേഷിനെ ആക്രമിച്ചത് ആരെന്നറിയാൻ തിടക്കം പൂണ്ടു കഴിഞ്ഞിരുന്നു തിമ്മക്ക. അവസാനം ക്ഷമ നശിച്ചതുപോലെ അവർ എഴുന്നേറ്റ് പുറത്തുവന്നു. പൂമുഖത്തെ ചാരുബെഞ്ചിലിരിക്കുകയാണ് വസന്തരാജും പുട്ടരാജും ചൗഡയെയും. അപ്പോൾ രുദ്രേഷിന്റെ സമ്മതമില്ലാതെ ഇവന്മാർ പറഞ്ഞു തരത്തില്ല അല്ലേടാ? തിമ്മക്ക രൂക്ഷഭാവത്തിൽ രുദ്രേഷ് ഗൗഡയുടെ അനുചരന്മാരെ നോക്കി. അമ്മ പൊറുക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകളെ അനുസരിക്കാതിരിക്കാൻ ഞങ്ങൾക്കാവില്ല. ഒരാൾ വളരെ താഴ്മയായി അറിയിച്ചു. തിമ്മക്ക കനപ്പിച്ചൊന്നു മൂളി. പിന്നെ ചിന്തിച്ചുറപ്പിച്ചതുപോലെ സെൽഫോൺ എടുത്ത് DYSP ശേഷണ്ണയെ വിളിച്ചു. 3ാമത്തെ ബെല്ലിന് ഫോൺ അറ്റൻഡ് ചെയ്യപ്പെട്ടു. പക്ഷെ അപ്പുറത്തുനിന്നും ശബ്ദമൊന്നും കേട്ടില്ല. എന്താടോ ശേഷണ്ണേ, നിന്റെ നാവിറങ്ങിപ്പോയോ? തിമ്മക്ക ഗർജിച്ചു. അത് മാഡം. ശേഷണ്ണയുടെ പരുങ്ങുന്ന വച്ച. നിന്റെ SP വന്ന് ജോയിൻ ചെയ്തോടാ. ഉവ്വ് മാഡം. തിമ്മക്ക പല്ല് ഞെറുമി. എന്നിട്ട് അവൻ എവിടെ? 1 നിമിഷം കൂടി കഴിഞ്ഞാണ് മറുപടി കിട്ടിയത്. ഇവിടെയുണ്ട്. ഇപ്പോൾ ഞാൻ വിളിച്ചത് വേറൊരു കാര്യത്തിനാ. ആരാടാ രുദ്രേഷിനെ തല്ലിയത്? ഇത്തവണ ശേഷണ്ണ കിടുങ്ങുക തന്നെ ചെയ്തു. ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞത് റെയിൽവേ ട്രാക്കിൽ ഒരാൾ മരിച്ചു കിടപ്പുണ്ടെന്ന് മാത്രമാ. തിമ്മക്ക മുഖമടച്ച് ഒരാട്ട്. നിന്റെ അണ്ടറിൽ വെച്ച് അങ്ങനെയൊന്നും നടന്നിട്ട് നീ അറിഞ്ഞില്ലെന്നോ? പോയി തിരക്കടാ. എന്നിട്ട് 5 മിനിറ്റിനുള്ളിൽ എനിക്ക് വിവരം തരണം. 1 നിമിഷത്തെ മൗനം. പിന്നെ കേട്ടത് ഒരു കനത്ത ശബ്ദം. അങ്ങനെ ഉത്തരവിടാൻ നീ ആരടി? കർണാടക മുഖ്യമന്ത്രിയോ? തിമ്മക്കയുടെ കയ്യിൽ നിന്ന് ഫോൺ അപ്രതീക്ഷിതമായി വഴുതി വീണു. മക്കൾ സംശയത്തോടെ അമ്മയെ നോക്കി. ചൗഡയ്യ വേഗം ഫോണെടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തു. എന്താ അമ്മേ? വസന്തരാജ് ചാടി എഴുന്നേറ്റു. തിമ്മക്ക ഒന്നുമില്ലെന്ന് ആംഗ്യം കാട്ടി. തുടർന്ന് ഫോണിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് അത് സ്പീക്കർ മോഡിലിട്ടു. പിന്നെ ചീറി. ആരാടാ നീ? ഞാനോ? ചത്തുപോയ നിന്റെ തന്ത. ഒപ്പം പരിഹാസരൂപത്തിൽ ഒരു ചിരിയും. കവിളടക്കം അടിയേറ്റതുപോലെ തിമ്മക്കയുടെ മുഖം കൂടി. അപ്പുറത്തെ ആൾ തുടർന്നു. ഓ ക്ഷമിക്കണം, അങ്ങനെയൊന്ന് നിനക്കുണ്ടായിരുന്നില്ലല്ലോ. ഞാനത് മറന്നു. കേട്ടോടി തിമ്മക്കെ. എടാ ബോളി മകനെ. തിമ്മക്കയുടെ ഒച്ചയിൽ വിറച്ചിട്ടെന്നവണ്ണം പരുത്തിത്തോട്ടത്തിൽ ഒരു കാറ്റ് വട്ടം ചുറ്റി. നീ അതെടി പുല്ലേ, ഞാൻ തന്നെ. ഇന്നലെ നീ ഒരാളെ കൊല്ലാൻ ആളിനെ വിട്ടില്ലേ? അതേ ആൾ തന്നെ, മഹിപാൽ യാദവ്, നിന്റെ കാലൻ. രോഷത്താൽ തിമ്മക്ക വിറച്ചു. എടാ യാദവേ. പുട്ടരാജു മലറി. പോട ചെറുക്ക. അമ്മയുടെ നിഴൽ പറ്റി നടക്കാനല്ലാതെ നിന്നെയൊക്കെ കൊണ്ട് എന്തിനു കൊള്ളാമെടാ? പുട്ടരാജ് മറുപടി പറയാൻ ഭാവിച്ചപ്പോൾ തിമ്മക്ക കൈ ഉയർത്തി തടഞ്ഞു. പിന്നെ ഫോണിലൂടെ തിരക്കി. അപ്പോൾ നീ എന്നെ നേരിടാൻ തന്നെയാണ് വന്നിരിക്കുന്നത്? മരിക്കാൻ ഒരുങ്ങിത്തന്നെ അല്ലേ? സംശയം എന്താടി? അപ്പുറത്തെ ശബ്ദത്തിന് വീണ്ടും കട്ടികൂടി. നിന്നെയൊക്കെ ഉരുളിലിട്ട് മരുന്നിടിക്കുന്നത് പോലെ ഇടിച്ചു പിഴിയും ഞാൻ.
പിന്നെ സയനൈഡ് ഹില്ലിന് മുകളിൽ വെച്ച് ഉണക്കും. എടാ അലറണ്ടടി എരുമേ, രുദ്രേഷിനെ തല്ലിയത് ആരായാലും അവനെ ഞാൻ അനുമോദിക്കാൻ പോകുകയടി. നിനക്കാകുമെങ്കിൽ എന്തെങ്കിലും ചെയ്യ്. അപ്പുറത്ത് ഫോൺ കട്ടായി. തിമ്മക്കയുടെ മുഖം തീ പോലെ കത്തി. വസന്തേ, ഈ വരുന്ന രാത്രിക്കപ്പുറം യാദവ് കോളാറിലുണ്ടാവരുത്. അവൻ്റെ ശവം പോലും കാണരുത്. മനസ്സിലാകുന്നുണ്ടോ? അക്കാര്യം ഞങ്ങൾക്ക് വിട്ടേരമ്മേ. അവൻ്റെ മുഷ്ടികൾ വല്ലാതെ മുറുകി. എരുമേലി. കട്ടാരി പാണ്ഡ്യൻ സഞ്ചരിച്ചിരുന്ന ബൊലീറോയുടെ ഡ്രൈവർ വെടിയേറ്റ ടയർ മാറിക്കഴിഞ്ഞു. അതിനിടയിലും ആ സംഘം അജ്ഞാതനായ ശത്രുവിനു വേണ്ടി കണ്ണുകൾ കൊണ്ട് ചുറ്റും പരതി. പക്ഷേ അയ്യപ്പ വാഹനങ്ങൾക്കിടയിൽ അത് തിരിച്ചറിയുക അസാധ്യമായിരുന്നു. ബൊലീറോകൾ രണ്ടും വീണ്ടും ചിറ്റാറിന് തിരിച്ചു. ഗൂഗിൾ മാപ്പ് അനുസരിച്ച് റാന്നി വഴിയും പമ്പ വാലി വഴിയും 2 റൂട്ടുകൾ കട്ടാരി പാണ്ഡ്യൻ എടുത്തിരുന്നു. പമ്പ വാലി വഴി പോകുന്നതാണ് എളുപ്പമെന്ന് മനസ്സിലായതുകൊണ്ട് ആ വഴി തിരഞ്ഞെടുത്തു. കരിങ്കല്ല് മൂഴി കുരിശുകവലയ്ക്ക് അടുത്തെത്തിയപ്പോൾ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. ഇടത്തേക്ക്. ബൊലീറോകൾ തിരിഞ്ഞ് ശബരിമലയ്ക്ക് പോകുന്ന കുത്തുകയറ്റം കയറാൻ തുടങ്ങി. ഏവരും ജാഗരൂകരായിരുന്നു. ശത്രുവിൻ്റെ ഒരാക്രമണം ഏതു നിമിഷവും ഉണ്ടാവാം. പെട്ടെന്ന് കട്ടാരി പാണ്ഡ്യൻ്റെ ഫോൺ ശബ്ദിച്ചു. അയാൾ അതെടുത്തു നോക്കി. പ്രൈവറ്റ് നമ്പർ. അയാൾ നെറ്റിച്ചുളിച്ചു. പിന്നെ അറ്റൻഡ് ചെയ്തു. പൊടുന്നനെ കന്നഡയിൽ ഒരു ചോദ്യം കേട്ടു. നീനു ഹേഗിദീയ? സുഖമാണോന്ന്. അയാളുടെ 6ാം ഇന്ദ്രിയം ഉണർന്നു. നാനു ചന്നഗിതതെ. അപ്പുറത്തുനിന്ന് കേട്ടത് പൊട്ടിച്ചിരി. നിനക്കങ്ങനെ സുഖിക്കാൻ പറ്റുമോട പിശാചേ? മരണത്തിൻ്റെ രൂപത്തിൽ ഞാൻ പിന്നാലെയുള്ളപ്പോൾ. കട്ടാരി പാണ്ഡ്യൻ്റെ തലച്ചോറിലേക്ക് ഒരു പഴുത്ത ലോഹം കുത്തിക്കയറ്റിയ പ്രതീതി. ശത്രു തൻ്റെ നാട്ടുകാരൻ തന്നെ. അപ്പോൾ വീണ്ടും ശബ്ദം കേട്ടു. നീയൊക്കെയൊന്ന് സംസ്ഥാനം വിട്ടുകിട്ടാൻ ഞാൻ എത്ര കാലമായി കൊതിക്കുക. ഇപ്പോൾ ഇങ്ങനെയൊരവസരം ഉണ്ടാക്കിത്തന്നതിന് നിന്റെ തിമ്മയ്ക്ക് അങ്ങ് പരലോകത്ത് വെച്ച് നീ നന്ദി പറയണം. കേട്ടോടാ. സീറ്റ് ബെൽറ്റ് ഇളക്കി കട്ടാരി പാണ്ഡ്യൻ നിവർന്നിരുന്നു. ആണാണെങ്കിൽ നീ ആരെന്നും ഇപ്പോൾ എവിടെയാണെന്നും പറയടാ. അയാളുടെ അലർച്ചയിൽ ബൊലീറോ വിറച്ചു. ഡ്രൈവർ വേഗത കുറിച്ചു. എല്ലാ നോട്ടവും കട്ടാരി പാണ്ഡ്യനിലാണ്. പിന്നെ ഈ ശബ്ദം. ഞാൻ ആരെന്ന് അല്ലേ? അത് മരിക്കുന്നതിന് മുൻപ് നിനക്ക് മനസ്സിലാകും. നേരിട്ട് ഞാൻ മുന്നിൽ വരുമ്പോൾ. പിന്നെ ചോദിച്ചത് ഇപ്പോൾ എവിടെയെന്നല്ലേ? നിന്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടെന്ന് കരുതിക്കോടാ. അറിയാതെ അയാൾ മുകളിലേക്ക് നോക്കിപ്പോയി. കൂർത്ത ആണി കണക്കെ ആ ശബ്ദം കാതിൽ പൊളിഞ്ഞിറങ്ങുകയാണ്. ഓർമ്മ വെച്ചോ കട്ടാരി, ഈ വീണ് കിട്ടിയ സുവർണ അവസരം ഞാൻ മാക്സിമം ഉപയോഗിക്കും. നിന്റെ തിമ്മക്ക നേരിൽ വന്നാൽ പോലും കേരളത്തിൻ്റെ അതിർത്തി കടന്ന് നിനക്കൊരു മടക്കയാത്ര ഉണ്ടാവില്ല. ശവമായിട്ടല്ലാതെ. കാത്തിരുന്നോ നീ? ജീവിതത്തിലെ ഒടുക്കത്തെ ആഗ്രഹം എത്രയും വേഗം സാധിച്ചോ? ശബ്ദം മുറിഞ്ഞു. രോഷത്തോടെ കട്ടാരി പാണ്ഡ്യൻ കൈ ചുരുട്ടി ഡാഷ്ബോർഡിൽ ആഞ്ഞടിച്ചു. തുടർന്ന് വന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. സ്വിച്ച് ഓഫ്. ബൊലീറോകൾ മണിപ്പുഴയിലും അവിടെ നിന്ന് വെച്ചുച്ചിറയിലും എത്തി. പിന്നെ ഇടത്തേക്ക് തിരിഞ്ഞ് പമ്പ വാലി. അത് കഴിഞ്ഞപ്പോൾ തീർത്തും വനപ്രദേശമായി. കേരളത്തിലെ കൂറ്റൻ മരങ്ങൾ കണ്ടപ്പോൾ അവർക്ക് കണ്ണു തള്ളി. കട്ടാരി പാണ്ഡ്യൻ ഡ്രൈവറുടെ തോളിൽ തട്ടി. ഇവിടെ നമുക്ക് അല്പനേരം കാത്തുകിടക്കാം. ശത്രുവെന്ന് തോന്നിക്കുന്ന ഒരുത്തിനെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ. വനത്തോട് ചേർന്ന് വാഹനങ്ങൾ നിന്നു. എല്ലാവരും ഇറങ്ങി. പിന്നെ വനം കാണുന്നതുപോലെ ചുറ്റും നോക്കി നിന്നു. അയ്യപ്പന്മാരുടെ വണ്ടികൾ ധാരാളം പോയിക്കൊണ്ടിരുന്നു. KGF. വനജ ഉണ്ടാക്കിക്കൊടുത്ത ഭക്ഷണം കാളിചരണം മണിക്കുട്ടനും കഴിച്ചു. ഹോ, വീട്ടിലുണ്ടാക്കിയ ആഹാരം കഴിച്ചിട്ട് നാളൊത്തിരിയായി. മണിക്കുട്ടൻ കൈവിരൽ ഒന്നുകൂടി നക്കിക്കൊണ്ട് എഴുന്നേറ്റു. അതിന് നിനക്ക് വീടുണ്ടോ? കാളി നേർത്ത ചിരിയോടെ തിരുക്കി. ഇല്ല, അവൻ സമ്മതിച്ചു. പിന്നെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടെന്ന് പറഞ്ഞത്? മണിക്കുട്ടൻ ഒന്ന് ചമ്മി. വിഷുജാലയും അപൂർവയും ആശയും കൂടി ചിരിക്കുന്നത് കണ്ടപ്പോൾ അവന് ജാളിമേറി. അത് പിന്നെ കാളി, നിന്റെ കുടുംബമെന്ന് പറഞ്ഞാൽ അതെൻ്റെയും കൂടിയല്ലേ? ഇതാ ഇപ്പം എൻ്റെ വീട്. അല്ലാതെ അനാഥനായ എനിക്കെവിടുന്ന വീടും കുടുംബവും? അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം വല്ലാതെയായി. നേരത്തെ ചിരിച്ചവരാണ് ഇപ്പോൾ വിളറിയത്. മണിക്കുട്ടൻ പെട്ടെന്ന് പഴയ ഭാവം വീണ്ടെടുത്തു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കും കഴിക്കാം. ഞങ്ങളുടെ കാര്യം കഴിഞ്ഞല്ലോ. അതിന് ഇയാളുടെ ലൈസൻസ് വേണോ? വിഷുജാല തിരക്കി. പിന്നെ വേണ്ടിവരും അല്ലേട കാളി. അവൻ തിരിഞ്ഞ് കാളിചരണനെ നോക്കി. വേണം വേണം, അവൻ പിന്താങ്ങി. രാവിലെ മുതൽ അവിടെ മുറുകി നിന്നിരുന്ന അന്തരീക്ഷത്തിന് ലാഘവം കൈവന്നിരുന്നു. എങ്കിലും നാഗരാജൻ മകനോട് കാര്യമായി സംസാരിച്ചില്ല. ഈ സന്തോഷമൊക്കെ ഏതു നിമിഷവും ഇല്ലാതാവാം എന്ന ഉൾഭീതി അയാൾക്കുണ്ടായിരുന്നു. പെട്ടെന്ന് കനകസഭാപതി മുറ്റത്തേക്ക് വന്നു. നാഗരാജ. ഓ. അയാൾ ഇറങ്ങിച്ചെന്നു. കാളിചരൺ കാതുകൾ കൂർപ്പിച്ചു. കനകസഭാപതി പറയുന്നത് കേട്ടു.
ഇന്നലെ രാത്രി മുതൽ യൂണിയൻ സെക്രട്ടറി ലാസറിനെയും നമ്മുടെ ചന്ദ്രപ്പൻ കിടാവിനെയും കാണാനില്ല. നാഗരാജൻ ഉത്കടമായി കിടുങ്ങി. അവരെവിടെ പോയി? രാത്രി രണ്ടുപേരും ഒന്നിച്ചാണ് പോയതെന്ന് പറയുന്നു. മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്ന് അവർ ഖനിയിലേക്കാണ് പോയതെന്ന് തോന്നുന്നു. ഇരുവരുടെയും ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. നാഗരാജൻ സ്തബ്ധനായി. പക്ഷേ പോലീസും പട്ടാളവുമുള്ളപ്പോൾ അവർക്കെങ്ങനെ ഖനിയിൽ കടക്കാനാവും? കനകസഭാപതി ഒച്ച കുറിച്ചു. പഴയ ഏതോ രഹസ്യവഴിയിലൂടെ പോകുമെന്ന് കിടാവ് രാത്രിയിൽ ഭാര്യയെ വിളിച്ച് പറഞ്ഞുപോലും. നാഗരാജൻ നെറ്റിച്ചുളിച്ചു. അതേതു വഴി? അവരെങ്ങനെ അത് കണ്ടെത്തി? പോർച്ചുഗീയനാണ് പോലും വഴി കാട്ടിക്കൊടുത്തത്. എങ്കിലത് സത്യമാകുമെന്ന് തോന്നി നാഗരാജന്. കാളിചരണും മണിക്കുട്ടനും കൈ കഴുകാൻ പൂമുഖത്തേക്ക് വന്നപ്പോൾ ഇരുവരും സംസാരം നിർത്തി. അവർ കൈ കഴുകി. റോഡിലൂടെ വാഹനങ്ങളിൽ പോകുന്നവർ പോലും ആ വീട്ടിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. രുദ്രേഷ് ഗൗഡയെ തല്ലിയവൻ്റെ വീട് എല്ലാവർക്കും കാഴ്ച വസ്തുവാണ്. കൈ തുടയ്ക്കാനുള്ള തോർത്തുമായി വിശ്വജാലയും പുറത്തേക്ക് വന്നു. അപ്പോൾ പെട്ടെന്ന് റോഡിലൂടെ പോയ ഒരു ഓട്ടോയുടെ വേഗത കുറഞ്ഞു. അതിൻ്റെ ഡ്രൈവർ അവളെ സൂക്ഷിച്ചു നോക്കി. വിശ്വജാല പക്ഷെ അയാളെ കണ്ടില്ല. അവളെ ഉറപ്പാക്കിയിട്ട് ഡ്രൈവർ വേഗത്തിൽ മൊബൈൽ ഫോണെടുത്ത് തിമ്മക്കയുടെ നമ്പർ സെർച്ച് ചെയ്തു. അധ്യായം 23. ഉദണ്ഡൻ എന്ന നാട്ടുവൈദ്യൻ്റെ പർണശാലയിൽ തിമ്മയ്ക്ക് മുന്നിൽ ഇരിക്കുകയാണ് രുദ്രേഷ് ഗൗഡ. 2 മണിക്കൂർ നേരത്തെ ചികിത്സയ്ക്ക് ശേഷം ചൂടുവെള്ളത്തിൽ ഒരു കുളി കഴിഞ്ഞ് അരയിൽ വെള്ളമുണ്ട് ചുറ്റിയാണ് ഗൗഡ വന്നിരുന്നത്. ഇനി സംസാരിക്കുന്നതിൽ കുഴപ്പമില്ല, ഉദണ്ഡൻ പറഞ്ഞു. എന്നിട്ടും തിമ്മക്ക രുദ്രേഷ് ഗൗഡയുടെ ശരീരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് അല്പനേരം കൂടി മൗനം പാലിച്ചു. അടിയേറ്റ പാടുകൾ കാണാമെങ്കിലും ഇരുമ്പുപോലെ ദൃഢമാണ് അയാളുടെ ശരീരം. ഈ ശരീരത്തെ ഇങ്ങനെ ഇടിച്ചു നുറുക്കണമെങ്കിൽ ശത്രു സാധാരണക്കാരനല്ലെന്ന തിരിച്ചറിവ് തിമ്മയ്ക്ക് പെട്ടെന്നുണ്ടായി. തിമ്മക്ക, രുദ്രേഷ് ഗൗഡ സങ്കോചത്തോടെ വിളിച്ചു. പരാജിതന്റെ ശബ്ദം. പക്ഷേ അതല്ല തിമ്മക്കയെ ഞെട്ടിച്ചത്. രുദ്രേഷിന്റെ വായ് വിഷപ്പല്ലുകൾ അടർന്നുപോയ ഒരു രാജവെമ്പാല വായ് തുറക്കുന്നതുപോലെയാണ് അവർക്ക് തോന്നിയത്. നിന്നെ തല്ലിയത് ഒരാളാണെന്നാണോ നീ പറയുന്നത്? തിമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ല. രുദ്രേഷ് അണപ്പല്ല് കടിച്ചു. പക്ഷേ വേദന തോന്നിയതിനാൽ ബലം പിൻവലിച്ചു. 2 പേർ ഉണ്ടായിരുന്നു. ഒരുത്തൻ അവൻ്റെ വണ്ടിപ്പണിക്കാരനായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ അവൻ... തിമ്മക്കയുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കാനുള്ള ധൈര്യമില്ലാതെ രുദ്രേഷ് നോട്ടം മാറ്റി. കഷ്ടം. തിമ്മക്കയുടെ ചുണ്ടുകൾ കൂർത്തു. ഒരു വലിയ സൈന്യാധിപനും അവൻ്റെ സൈന്യവും വെറും 2 പേരുടെ മുന്നിൽ തോൽക്കുകയെന്നു പറഞ്ഞാൽ, അതും പൊതുജനത്തിൻ്റെ മുന്നിൽ വെച്ച്, ഇനി എങ്ങനെ തല ഉയർത്തി നടക്കുമെടാ? ഇല്ല തിമ്മക്കെ, ജനങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ അവനോട് കണക്ക് തീർക്കും. തീർപ്പ് കൽപ്പിക്കും പോലെയായിരുന്നു രുദ്രേഷ് ഗൗഡയുടെ വാക്കുകൾ. പക്ഷേ എനിക്ക് നിന്നോട് ഒരു നിർദ്ദേശമേ ഉള്ളൂ. എനിക്ക് മുൻപ് നീ പോയി ഒരാവേശത്തിന് അവനെ കൊന്നേക്കരുത്. എനിക്ക് തന്നെ അവനെ വേണം. അതിനുള്ള മറുപടിയല്ല തിമ്മക്കയിൽ നിന്നുണ്ടായത്. എന്താ അവൻ്റെ പേര്? ആരാ അവൻ? രുദ്രേഷ് ചുമൽ വെട്ടിച്ചു. KGF-ലെ ഒരു തൊഴിലാളിയുടെ മകനാ. മലയാളിയായ നാഗരാജൻ്റെ 5 ലൈറ്റ്സിലാ താമസം. തിമ്മക്ക അസ്വസ്ഥയായി. അവൻ്റെ പേര് പറയടാ. നിന്നെ തല്ലിയവൻ്റെ പേര് കാളിചരൺ. തിമ്മക്കയുടെ കണ്ണുകളിൽ ഒരു മിന്നൽ പൊളിഞ്ഞു. കാളിചരൺ. താൻ തിരഞ്ഞുകൊണ്ടിരുന്ന പേര്. അവനെ തേടിയാണ് കട്ടാരി പാണ്ഡ്യനും മറ്റും കേരളത്തിലേക്ക് പോയിരിക്കുന്നത്. ആ നേരത്ത് അവൻ ഇവിടെ എത്തിയിരിക്കുന്നു. അവനിലൂടെ വേണം തനിക്ക് തങ്കത്തിൻ്റെ ഘാതകനെ കണ്ടെത്താൻ. നീ എന്താ ചിന്തിക്കുന്നത്? രുദ്രേഷ് ഗൗഡയുടെ ശബ്ദമാണ് അവരെ ഉണർത്തിയത്. അവർ മിഴികൾ കൂർപ്പിച്ച് അയാളെ നോക്കി. കാളിചരൺ. ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്ന പേരാണ് രുദ്രേഷേ, അത്. അവർ സംഗതി ചുരുക്കി പറഞ്ഞു. അതുകൊണ്ട് തീർച്ചയായും എനിക്കും അവനെ കിട്ടിയേ പറ്റൂ. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ നിനക്ക് ഉറപ്പു തരാം. ജീവൻ മാത്രം ബാക്കി വെച്ച് അവനെ നിന്റെ മുന്നിലേക്ക് ഇട്ടു തന്നേക്കാം. തിമ്മക്കയുടെ കണ്ണുകളിലെ പകയുടെ തിരയിളക്കം രുദ്രേഷിൻ്റെ കണ്ണുകളിലേക്കും വ്യാപിച്ചു. എങ്കിൽ ഞാൻ കൂടി വരുന്നു തിമ്മക്കെ, അവനെ കാണാൻ. ഇപ്പോൾ ഈ നിമിഷം നിന്റെ കൂടെ. അയാൾ എഴുന്നേറ്റു. പാടില്ല സാബ്. പെട്ടെന്ന് ഉദണ്ഡൻ ഇടപെട്ടു. ഒരു മനുഷ്യ ശരീരത്തിൽ ഇത്ര വേഗത്തിൽ ചെയ്തുകൂടാത്ത ചികിത്സാ രീതികളാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതും 3 ദിവസം ഇവിടെ നിന്ന് പുറത്തു പോകില്ലെന്ന് എനിക്ക് ഉറപ്പ് തന്നതുകൊണ്ട് മാത്രം. ചികിത്സ പൂർത്തിയാകാതെ പോയാൽ ഒരുപക്ഷെ സാബിന് പിന്നെ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിഞ്ഞില്ലെന്ന് വരും. രുദ്രേഷിന് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണത്. നീ വിഷമിക്കണ്ടടാ. തിമ്മക്ക അയാളെ ആശ്വസിപ്പിച്ചു. 4-ാം ദിവസം രാവിലെ നീ വാ. ശ്വാസം മാത്രമുള്ള ഒരു മാംസപിണ്ഡമായിട്ട് അവനുണ്ടാവും എൻ്റെ മുന്നിൽ. തിമ്മക്ക തിടുക്കത്തിൽ എഴുന്നേറ്റു. വസന്തേ. ഒറ്റ വിളിയിൽ പുറത്തുണ്ടായിരുന്ന മക്കൾ 3 പേരും ഓടിയെത്തി.
എന്താണമ്മേ? അവൻ ഇവിടെ തന്നെയുണ്ട്. ആ കാളി KGF-ലേക്ക് ഉടൻ പുറപ്പെടണം. യുദ്ധസജ്ജയായതുപോലെയായിരുന്നു തിമ്മക്ക. അപ്പോഴാണ് അവരുടെ ഫോൺ ശബ്ദിച്ചത്. നോക്കിയപ്പോൾ അപരിചിത നമ്പർ. ആരാടാ? കോപത്തോടെ അലറുകയായിരുന്നു തിമ്മക്ക. ഞാൻ ഓട്ടോ ഡ്രൈവർ ഗണേശനാണമ്മേ. അന്ന് തങ്കം സാറിനെ ഹില്ലിലേക്ക് കൊണ്ടുപോയ. തിമ്മക്കയുടെ മിഴികളിൽ ജാഗ്രത തെളിഞ്ഞു. മനസ്സിലായി, പറയടാ. ആ പെണ്ണിനെ ഞാൻ കണ്ടമ്മേ. തങ്കം സാറിൻ്റെ കൂടെയുണ്ടായിരുന്ന. തിമ്മക്കയുടെ ശ്വാസഗതി കൂടി. എവിടെടാ അവൾ? ഇവിടെ തന്നെ. സ്ഥലം പറയട നായേ. ഇടിവെട്ടും പോലെയുള്ള ശബ്ദത്തിൽ ഉദണ്ഡൻ പോലും ഒന്ന് കിടുങ്ങി. ഡ്രൈവറുടെ വിറയ്ക്കുന്ന ശബ്ദം തിമ്മക്കയുടെ കാതുകളിലേക്ക് വീണു. രാവിലെ ഗൗഡസാബുമായി ഒരുത്തൻ വഴക്കിട്ടില്ലേ അവൻ്റെ വീട്ടിൽ? മതി, നീ അവിടെ തന്നെ നിൽക്കണം. ഞങ്ങൾ ഉടനെ എത്തും. തിമ്മക്ക കോൾ കട്ട് ചെയ്തു. വസന്തേ, അവളും ഉണ്ടടാ ഇവിടെ. നമ്മൾ തിരയുന്ന ആ പെണ്ണ്. ഇപ്പോൾ വ്യക്തമായില്ലേ അവൻ്റെ പേരിൽ അവൾക്ക് സിം കാർഡ് കിട്ടിയത് എങ്ങനെയാണെന്ന്? തിമ്മക്ക രുദ്രേഷ് ഗൗഡയ്ക്ക് നേരെ തിരിഞ്ഞു. യുദ്ധം തുടങ്ങുകയാ രുദ്രേഷ്. കോളാറിൽ നിന്ന് അപ്പാടെ ഒരു കുടുംബം തുടച്ചു നീക്കപ്പെടാൻ പോവുകയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ആ പെണ്ണ് കഴുമരത്തിൽ കിടന്ന് പിടഞ്ഞു തീരാൻ പോകുന്നു. തിമ്മക്ക ആവേശത്തിലായി. രുദ്രേഷ് ഗൗഡ ഓർമ്മിപ്പിച്ചു. എൻ്റെ വായിൽ നോട്ടുകെട്ടുകൾ കുത്തിത്തിരികിയവനാ കാളി. ആ നോട്ടുകൾ കൊണ്ടുതന്നെ വേണം എനിക്ക് അവൻ്റെ പ്രാണനെടുക്കാൻ. അത് മറക്കല്ലേ. ഇല്ലടാ. കാലുകളിൽ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചുകൊണ്ട് തിമ്മക്ക പുറത്തേക്ക് പാഞ്ഞു. അതിനിടെ വിളിച്ചു പറഞ്ഞു. ചൗടാ, കട്ടാരിയെ തിരികെ വിളിച്ചോ. പുട്ട, നീയും ബംഗ്ലാവിലേക്ക് വിളിക്ക്. അവിടെയുള്ള സകലരും വരാൻ പറ. കഴുമരം ഒരുക്കിയ ലോറിയുമായിട്ട്. പുട്ടരാജ് ആ നിമിഷം തന്നെ ബംഗ്ലാവിലേക്ക് വിളിച്ച് ഗാർഡുകൾക്ക് വേണ്ട നിർദ്ദേശം നൽകി. പക്ഷേ കട്ടാരി പാണ്ടിനെ ചൗടയെ പലതവണ വിളിച്ചിട്ടും ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന മറുപടി മാത്രം. കട്ടാരി പാണ്ടിനും സംഘവും അപ്പോൾ വനാതിർത്തി കടന്ന് ഇലവുങ്കൽ എത്തിയിരുന്നു. അവിടെ നിന്ന് പ്ലാപ്പള്ളിയിലേക്ക്. അവിടെ ഫോറസ്റ്റുകാരുടെ തടി ഡിപ്പോ കണ്ടു. വെട്ടി തരംതിരിച്ച് അടുക്കിയിരിക്കുന്ന കൂറ്റൻ തേക്കുമരങ്ങൾ. ഇടയ്ക്ക് ആന തടി വലിച്ചുകൊണ്ട് വരുന്നതും കണ്ടു. ആനയുടെ തലയെടുപ്പ് കണ്ടപ്പോൾ അവരുടെ മുഖത്ത് അത്ഭുതഭാവം വന്നു. കർണാടകയിലെ ആനകളേക്കാൾ എത്രയോ ഭേദമാണ് കേരളത്തിലെ ആനകൾ. ഇങ്ങനെയുള്ള ഒറ്റ തേക്കുമരം പോലും നമ്മുടെ വനങ്ങളിലില്ല. കട്ടാരി പാണ്ഡ്യൻ പറഞ്ഞു. ഉണ്ടായിരുന്നെങ്കിൽ. അയാൾ ബാക്കി വിഴുങ്ങിക്കളഞ്ഞു. പെട്ടെന്ന് ഫോറസ്റ്റുകാരുടെ ഒരു ഏറുമാടം കണ്ടു. ഹോ, ഒരു രാത്രിയിൽ ഇത്തരം മുന്നിൽ തങ്ങണം. ഒറ്റയ്ക്കാവരുത്. മുന്തിയ മദ്യം വേണം. പിന്നെ കേരളത്തിലെ സുന്ദരി പെൺകിടാങ്ങളും. കട്ടാരി പാണ്ഡ്യൻ കൊതിയോടെ പറഞ്ഞു. വാഹനങ്ങൾ പ്ലാപ്പള്ളിയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് ആങ്ങമൂഴിയിലേക്ക് നീങ്ങി. വീണ്ടും വനപ്രദേശം. പെട്ടെന്ന് സെൽഫോൺ ശബ്ദിച്ചു. കട്ടാരി കണ്ടു. പഴയ പ്രൈവറ്റ് നമ്പർ. അയാളുടെ മുഖത്തേക്ക് ചോര ഇരച്ചു കയറി. എവിടാടാ നീ ഒളിച്ചിരിക്കുന്നത്? ധൈര്യമുണ്ടെങ്കിൽ മുന്നിലേക്ക് പാടാ. അലറിക്കൊണ്ട് കട്ടാരി പാണ്ഡ്യൻ പോക്കറ്റിൽ കിടന്ന റിവോൾവറിന് മീതെ കൈപ്പടം അമർത്തി. ഞാൻ വരും കട്ടാരി, ഉറപ്പായിട്ടും. അപ്പുറത്തുനിന്ന് ശാന്തസ്വരം. പക്ഷെ അതിനു മുൻപ് ചെയ്തു തീർക്കേണ്ട ചില കർമ്മങ്ങളുണ്ടല്ലോ. ഇനി നിനക്ക് ഭയക്കാനുള്ള സമയമാണ്. ഭയന്ന് ഭയന്ന് നീ സ്വയം പറയണം, എനിക്ക് മരിച്ചാൽ മതിയെന്ന്. അതിൻ്റെ ആദ്യ ചുവട് ഈ വനത്തിൽ തുടങ്ങുകയാണ്. കട്ടാരിപ്പാണ്ടിൻ്റെ കോപം കുതിച്ചുയർന്നു. നീ എന്താടാ, എന്നെ അങ്ങ് മൂക്കിലൂടെ വലിച്ചു കയറ്റി കളയുമോ? അതില്ല, പക്ഷേ ചിതറിത്തെറിപ്പിക്കും. സംശയമുണ്ടെങ്കിൽ നിനക്ക് നോക്കാം. നിങ്ങൾ സഞ്ചരിക്കുന്ന ബൊലീറോകളിൽ ഒരെണ്ണം പൊട്ടിത്തെറിക്കാൻ പോവുകയാ. അരമിനിറ്റിനുള്ളിൽ. നീ വാച്ചു നോക്കിക്കോ. ബാക്കി കേൾക്കാനുള്ള ക്ഷമയില്ലായിരുന്നു കട്ടാരിപ്പാണ്ടിന്. അയാൾ വിളിച്ചലറി. വണ്ടി നിർത്തടാ. കാര്യം മനസ്സിലായില്ലെങ്കിലും ഡ്രൈവർ ബ്രേക്ക് ആഞ്ഞമർത്തി. പിന്നിൽ വന്നുകൊണ്ടിരുന്ന വണ്ടിയിൽ നിന്നു. ചാടിക്കോ പറഞ്ഞതും അയാൾ ഡോർ തുറന്നു ചാടി. അടുത്ത നിമിഷം മറ്റു 2 വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവരും. ഓടിമാറ്. അയാൾ വനത്തിലേക്ക് ഓടിക്കയറി ഒരു മരത്തിന് പിന്നിൽ ഒളിച്ചു. മറ്റുള്ളവരും. അടുത്ത സെക്കൻഡ് വനത്തിനെ നടുക്കിക്കൊണ്ട് ഒരു സ്ഫോടനം. ചോര മരവിക്കുന്നതിനിടയിൽ അവർ കണ്ടു. 2ാമത്തെ ബൊലീറോ ഒരു അഗ്നിഗോളമായി രൂപപ്പെട്ടിരിക്കുന്നു. അടുത്ത നിമിഷം അത് 4 പാടും തീച്ചിറകുകൾ പോലെ പറന്നു. ഒരു ഡോർ പറന്നു വന്ന് കട്ടാരിപ്പാണ്ടിൻ മറഞ്ഞു നിന്നിരുന്ന മരത്തിലിടിച്ച് നിലം പൊത്തി. അപ്രതീക്ഷിതമായ സ്ഫോടനത്തിൽ ആ വഴി വന്ന ഒരു ടെമ്പോ ഡ്രൈവർക്ക് വാൻ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. വെട്ടിത്തിരിഞ്ഞ് വനത്തിലേക്ക് കുതിച്ചു കയറിയ അത് ഒരു കട്ടിങ്ങിലിടിച്ച് ചെരിഞ്ഞു മറിഞ്ഞു. പിന്നെ കരിയിലകളെ ഞെരിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങി. മറ്റു വാഹനങ്ങൾ ധൃതിയിൽ ബ്രേക്കിട്ടു. മറിഞ്ഞ വാഹനത്തിൽ നിന്ന് ആർത്തനാദങ്ങൾ ഉയർന്നു. 2ാമത്തെ ബൊലീറോയിലേക്കും തീ പടരുമെന്ന് കട്ടാരിപ്പാണ്ടിന് തോന്നി. ഡ്രൈവറുടെ കയ്യിൽ നിന്ന് കീ പിടിച്ചു വാങ്ങി അയാൾ അതിനു നേരെ കുതിച്ചു. മിന്നൽ വേഗത്തിൽ അത് അവിടെ നിന്നും മാറ്റി.
മറ്റു വാഹനങ്ങളിൽ വന്നവർ കാര്യമറിയാതെ ഓടിക്കൂടുകയാണ്. മറിഞ്ഞ ടെമ്പോ വാനിൽ നിന്ന് ഡോർ മുകളിലേക്ക് തുറന്ന് ആരൊക്കെയോ ഞെരുങ്ങിയിറങ്ങുന്നത് കണ്ടു. ആളുകൾ അവരുടെ രക്ഷയ്ക്കെത്തി. കട്ടാരി പാണ്ഡ്യൻ തൻ്റെ ആളുകളോട് അലറി, എല്ലാവരും കൂടി ഈ വണ്ടിയിൽ കയറിക്കോ. ഇവിടെ നിന്നാൽ നമുക്ക് പലതിനും മറുപടി പറയേണ്ടി വരും. ആ ബൊലീറോയിൽ എല്ലാവരും ഞെരുങ്ങിക്കയറി. വെടിമരുന്നിൻ്റെ ഗന്ധം അവിടമാകെ പരന്നു കഴിഞ്ഞിരുന്നു. ആർക്കും പിടികൊടുക്കാതെ കട്ടാരി പാണ്ഡ്യനും സംഘവും മുന്നോട്ട് പായുമ്പോൾ എതിരെ ഒരു ഫയർ വാഗണും പോലീസ് ജീപ്പും ഹെഡ്ലൈറ്റുകളും സൈറണും ഇട്ട് പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. 5 ലൈറ്റ്സ്. ഭക്ഷണം കഴിഞ്ഞപ്പോൾ കാളിചരണിന് വല്ലാത്ത ക്ഷീണം തോന്നി. കഴിഞ്ഞ രാത്രിയിൽ അല്പം പോലും ഉറങ്ങിയതല്ല. തിണ്ണയിലെ ബെഞ്ചിൽ അവൻ നീണ്ടു നിവർന്നു കിടന്നു. ഒരു ഷീറ്റ് വിരിച്ച് മണിക്കുട്ടൻ തറയിലും. അത് കണ്ട് കാളി ചോദിച്ചു, രാത്രി മുഴുവൻ പോത്തുപോലെ കിടന്നുറങ്ങിയ നിനക്കെന്താടാ ഇത്ര ക്ഷീണം? നല്ല കഥയായി. ഇടം കൈയിൽ തല താങ്ങി അവൻ അല്പം ചെരിഞ്ഞു. രാത്രിയിൽ 2, രാവിലെ 1, അങ്ങനെ 3 അടി കഴിഞ്ഞതിൻ്റെ ക്ഷീണം നിസ്സാരമാണോ? കാളി മറുപടി പറയുന്നതിനു മുൻപ് വാതിൽക്കൽ നിന്ന് വിശ്വജാലയുടെ അമ്പരപ്പ് നിറഞ്ഞ ചോദ്യം കേട്ടു. അപ്പോൾ ഇന്നലെയും അടിപിടി ഉണ്ടാക്കിയോ? കൊള്ളാം. മണിക്കുട്ടൻ ചിരിച്ചു. എന്താണെന്നറിയത്തില്ല പെങ്ങളെ. കാളി എവിടെയുണ്ടോ അവിടെ അടിയുമുണ്ട്. കാളി കണ്ണിറുക്കി. നിനക്കറിയില്ലേ വിശ്വേ, ഇവനിങ്ങനെ വളുവളാന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അവൾ തലയാട്ടി. എനിക്കറിയാത്ത ആളല്ലേ കാളി. ദേഷ്യത്തോടെ തിരിയുന്നതിനിടയിൽ അവൾ മുറ്റത്തെ വെയിലിൽ ഒരു തിളക്കം ശ്രദ്ധിച്ചു. ഓ, അതെടുക്കാൻ മറന്നു. പറയുന്നതിനിടയിൽ അവൾ വേഗം ചെന്ന് അതെടുത്തു. വെള്ളം കയറിയ കാളിയുടെ മൊബൈൽ ഫോൺ അഴിച്ച് വെയിലത്ത് വച്ചിരിക്കുകയായിരുന്നു. ബാറ്ററിയും സിം കാർഡും ഇട്ട് വിശ്വജാല അത് ഓൺ ചെയ്തു. ഭാഗ്യം, കുഴപ്പമില്ല. കാളിയുടെ സമീപം അവൾ ഫോൺ വെച്ചു. പൊടുന്നനെ സംശയത്തിൻ്റെ ഒരു മിന്നൽ പൊളിഞ്ഞതുപോലെ അവൾ റോഡിലേക്ക് നോക്കി. അവിടെ പുളിമരച്ചുവട്ടിൽ ഒരു ഓട്ടോ. അതിൽ ചാരി അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഡ്രൈവർ. വിശ്വജാലയുടെ ഉള്ളം കിടുങ്ങി. താൻ ആരിൽ നിന്നാണോ ഒളിച്ചു നടന്നത് അയാൾ തന്നെ. വിശ്വജാല അകത്തേക്കോടി. കാളി പെട്ടെന്ന് കണ്ണു തുറന്നു. ആ കിടപ്പിൽ തന്നെ വിശ്വജാല പോയ വാതിൽക്കലേക്കും റോഡിലേക്കും അവൻ മാറി മാറി ശ്രദ്ധിച്ചു. അവൻ്റെ പുരികങ്ങൾ വളഞ്ഞു. ഓട്ടോയിൽ ചാരി നിൽക്കുന്ന ഡ്രൈവറെ അവനും കണ്ടു. കുറച്ചു മുൻപാണ് വിശ്വജാല സയനൈഡ് ഹില്ലിൽ നടന്ന കാര്യം അവനോട് ചുരുക്കി പറഞ്ഞത്. മണിക്കുട്ട, കാളി ശബ്ദം താഴ്ത്തി, നീ എഴുന്നേൽക്കുകയൊന്നും വേണ്ട. റോഡിലേക്കൊന്ന് ശ്രദ്ധിച്ചോ. വിശ്വജാല പറഞ്ഞ ഡ്രൈവർ അവനാണെന്ന് തോന്നുന്നു. ഉറക്കത്തിനിടയിൽ എന്ന പോലെ മണിക്കുട്ടൻ റോഡിനഭിമുഖമായി തിരിഞ്ഞുകിടന്നു. ശരിയാടാ, അത് അവൻ തന്നെ. ആ നേരത്ത് റോഡിലൂടെ ഒരു JCB വന്നു. അതിൻ്റെ ഒച്ചയ്ക്കിടയിൽ കാളിയുടെ ശബ്ദം കേട്ടു. ഇതിനർത്ഥം ഒന്നേയുള്ളൂ. ആർക്കാണോ വിശ്വജാലയെ വേണ്ടത് അവരെ അവൻ വിവരം അറിയിച്ചു കഴിഞ്ഞു. അവർ വരുമ്പോൾ കാട്ടിക്കൊടുക്കാൻ വേണ്ടിയുള്ള നിൽപ്പായത്. JCB റോഡിൻ്റെ സൈഡിൽ നിന്നു. ഡ്രൈവർ ഇറങ്ങി എന്തോ പരിശോധിക്കുന്നത് കണ്ടു. പണിയായല്ലോ. എന്തു വേണം? മണിക്കുട്ടൻ തിരക്കി. ആദ്യം നീ നമ്മുടെ വണ്ടി മാറ്റിയിട്. അതിന് കേടൊന്നും സംഭവിക്കരുതല്ലോ. മണിക്കുട്ടൻ എഴുന്നേറ്റ് ചെന്ന് വെയിലത്ത് നിന്ന് മാറ്റുകയാണെന്ന മട്ടിൽ 540 നീക്കിയിട്ടു. കാളി. വീടിനുള്ളിൽ നിന്ന് വനജയുടെ ഭീതി തിങ്ങിയ ശബ്ദം കേട്ടു. എനിക്ക് മനസ്സിലായി അമ്മേ. നിങ്ങളാരും പുറത്തേക്ക് വരരുത്. ബാക്കി എനിക്ക് വിട്ടേര്. അവൻ ഭിത്തിക്ക് നേരെ ചരിഞ്ഞു കിടന്ന് വിശ്വജാല വച്ചിട്ട് പോയ തൻ്റെ ഫോൺ എടുത്തു. പിന്നെ SP മഹിപാൽ യാദവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. എനിക്കിവിടം അത്ര പരിചയമില്ലാത്തതുകൊണ്ടാ സാറേ. ഒരത്യാവശ്യം വന്നാൽ ഞാൻ വിളിക്കുമേ. ഞാൻ എത്തും. അപ്പുറത്തുനിന്ന് ഉറച്ച മറുപടി കേട്ടു. മണിക്കുട്ടൻ വീണ്ടും വന്ന് അവിടെ കിടന്ന് ഉറങ്ങുന്നതായി ഭാവിച്ചു. ആ നേരം ഓട്ടോ ഡ്രൈവർ ഫോൺ എടുത്തു. നീ അവിടെ തന്നെ ഉണ്ടോടാ? തിമ്മക്കയുടെ ചോദ്യം. ഉണ്ടമ്മേ. എവിടെ ലൊക്കേഷൻ? ഡ്രൈവർ ഗണേഷ് കൃത്യമായി അത് പറഞ്ഞു കൊടുത്തു. നമ്മളെ തേടി അവർ വരുന്നുണ്ട് കാളി. മണിക്കുട്ടൻ മന്ത്രിച്ചു. എനിക്ക് മനസ്സിലായി. കാളിച്ചരൺ സൂത്രത്തിൽ ഫോണെടുത്ത് പാൻസിൻ്റെ പോക്കറ്റിൽ തിരുകി. പിന്നെ വീണ്ടും അകത്തുള്ളവർക്ക് നിർദ്ദേശം നൽകി. എന്തു വന്നാലും ആരും പുറത്തേക്ക് വരില്ലേ. കാളി, അത് കണ്ടോ? അടുത്ത സെക്കൻഡിൽ മണിക്കുട്ടൻ എഴുന്നേറ്റിരുന്നുകൊണ്ട് കൈ ചൂണ്ടി. കാളി തല തിരിച്ചു. അത്ഭുതത്തോടെ അവനും കണ്ടു. 5 ലൈറ്റ്സ് ജംഗ്ഷനിൽ നിന്ന് വെട്ടിത്തിരിഞ്ഞു വരുന്ന വാഹനവ്യൂഹം. ഏറ്റവും മുന്നിൽ ഒറ്റ കാളയെ പൂട്ടിയ ഒരു കാളവണ്ടി. മേൽക്കൂരയില്ലാത്ത അതിനു മുകളിൽ ചുവന്ന ചേലയുടുത്ത് തീപ്പന്തം പോലെ ഒരു സ്ത്രീ. അവരുടെ കയ്യിൽ കുതിരയുടെ കടിഞ്ഞാൺ പോലെ കാളയുടെ കയർ. പിന്നെ ഒരു ചാട്ട. തിമ്മക്ക ചാട്ട ചുഴറ്റി. വണ്ടിക്ക് വേഗത കൂട്ടി കാള പാഞ്ഞു വന്നു. ഇതെന്തൊരു പെണ്ണുമ്പിള്ളയാ. മണിക്കുട്ടൻ വായ തുറന്നു പോയി. കാളവണ്ടിക്ക് പിന്നിൽ അസ്റ്റൺ മാർട്ടിൻ കാർ. അതിന് പിന്നിൽ 5 ബൊലീറോകൾ. ഒരു ലോറി. കാളവണ്ടി ബ്രേക്ക് ഇടുന്നത് പോലെ പെട്ടെന്ന് നിന്നു. ഓട്ടോ ഡ്രൈവർ ഗണേഷ് അതിനടുത്തേക്ക് ഓടിയെത്തി.
പിന്നെ അവൻ തങ്ങളുടെ വീടിന് നേരെ കൈ ചൂണ്ടുന്നത് കാളിച്ചരൺ കണ്ടു. അവൻ വേഗം എണീറ്റിരുന്നു. വാഹനങ്ങൾ ബ്രേക്കിടുന്ന ഒച്ച. ചതുര വീടുകളിൽ നിന്ന് ആളുകൾ പരിഭ്രാന്തിയോടെ പുറത്തേക്ക് ഓടിയെത്തി. എന്നാൽ തിമ്മക്കയെ കണ്ടതും പാമ്പിനെ കണ്ടതുപോലെ അവർ പകച്ചു. അസ്റ്റൺ മാർട്ടിനിൽ നിന്ന് തിമ്മക്കയുടെ ആൺമക്കൾ ചാടിയിറങ്ങി. ഒരേ വേഷം ധരിച്ചവർ. കാളിചരണിൻ്റെ കണ്ണുകൾ അവരെ ഒന്ന് തൊട്ടുഴിഞ്ഞു. അടുത്ത നിമിഷം പിന്നിൽ കിടന്നിരുന്ന ലോറി മറ്റു വാഹനങ്ങളെ കടന്ന് മുന്നിലെത്തി. റോഡിൽ കുറുകെ തിരിഞ്ഞ് അതിൻ്റെ പിൻഭാഗം നാഗരാജൻ്റെ വീടിന് നേരെ വന്നു. അതിൽ സജ്ജീകരിച്ചിരിക്കുന്ന കൊലക്കയർ കാളി കണ്ടു. തിമ്മക്ക പിന്നോട്ട് തിരിഞ്ഞ് ബൊലീറോയിൽ വന്നവർക്ക് ഒരു സിഗ്നൽ കൊടുത്തു. ഒന്നിനു പിന്നാലെ ഒന്നായി 5 ബൊലീറോകളും തിട്ടകൾ ചാടിക്കിടന്ന് മുറ്റത്തേക്ക് കയറി. പിന്നെ വീടിനെ വലം വെച്ച് ഓടാൻ തുടങ്ങി. പൊടിപടലങ്ങൾ ഇളകിപ്പറന്നു. കാളിച്ചരൺ അപ്പോഴും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കൗതുകത്തോടെ ഇരുന്നതേയുള്ളൂ. മണിക്കുട്ടൻ ഇടം കണ്ണിട്ട് അവനെ നോക്കുന്നുണ്ട്. അകത്തുനിന്ന് അമ്മയുടെയും മറ്റും അടക്കിയ വിലാപങ്ങൾ കാളി കേട്ടു. വാഹനങ്ങളുടെ ഒച്ചയ്ക്കിടയിൽ തിമ്മക്കയുടെ ഒച്ച ഉയർന്നു പൊങ്ങി. ആരാടാ കാളി? കാളിച്ചരൺ. ഞാനാ തള്ളേ. അവൻ തിണ്ണയിൽ എഴുന്നേറ്റ് നിന്ന് കൈവീശി. തിമ്മക്കയുടെ കണ്ണുകൾ സൂചിമുനകളായി. അവർ കാളവണ്ടിയിൽ നിന്ന് റോഡിലേക്ക് ചാടി. പെട്ടെന്ന് വീടിനു ചുറ്റും ഓടിക്കൊണ്ടിരുന്ന ബൊലീറോകൾ നിന്നു. ഒരു നിശ്ചിത അകലത്തിൽ. അവയിൽ നിന്ന് 6 പേർ വീതം ഇറങ്ങി ആജ്ഞകൾക്ക് കാതോർത്തു. ആ വീട്ടിൽ നിന്ന് ഇനി ആർക്കും പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. തിമ്മക്ക മുറ്റത്തേക്ക് വന്നു, ജ്വലിക്കുന്ന തീജ്വാലയായിട്ട്. പിന്നിൽ മക്കൾ നിരന്നു. ചൗടയ്യയുടെ കയ്യിൽ ഒരു ബേസ്ബോൾ ബാറ്റ് പ്രത്യക്ഷപ്പെട്ടു. കാളിച്ചരൺ തോളിൽ കിടന്നിരുന്ന തോർത്തെടുത്ത് ഷർട്ടിന് പുറത്തുകൂടി അരയിൽ ചുറ്റിക്കെട്ടി. ആരാ നിങ്ങളൊക്കെ? എന്തു വേണം? കാളി അവരെ മാറി മാറി നോക്കിക്കൊണ്ട് ശാന്തതയോടെ തിരക്കി. ആദ്യം വേണ്ടത് അവളെ. നീ ഫോൺ വാങ്ങിക്കൊടുത്തവളെ. തിമ്മക്ക കൈ ചൂണ്ടി. നിങ്ങൾ ആരെന്ന് പറഞ്ഞില്ല? ഞാൻ തിമ്മക്ക. ഇതെൻ്റെ മക്കൾ. സർക്കസുകാരാ അല്ലേ? അവൻ ചിരിച്ചു. തിമ്മക്കയുടെ ചുണ്ടുകൾ കൂർത്തുമുറുകി. അല്ല, കാളവണ്ടിയിലെ അഭ്യാസം കണ്ടു വിചാരിച്ചു പോയതാ. എടാ, വസന്തരാജ് ഗർജിച്ചു. നീ ആരോടാ സംസാരിക്കുന്നതെന്നറിയാമോ? ഷെടാ. കാളി തല കുടഞ്ഞു. ഈ നാട്ടിൽ ആരോടൊക്കെ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ നിയമമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അവളെ ഇറക്കിവിടടാ. അപ്പോഴേക്കും പുട്ടരാജും ശബ്ദമുയർത്തി. അകത്തുണ്ട്, കയറി പിടിച്ചോണ്ട് പോര്. കാളിക്ക് കൂസലില്ലായിരുന്നു. പെട്ടെന്ന് പുട്ടരാജ് ബേസ്ബോൾ ബാറ്റൊന്ന് കറക്കി. റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന JCBക്ക് പൊടുന്നനെ ജീവൻ വെച്ചത് കാളിച്ചരൺ അറിഞ്ഞു. അവൻ വെട്ടിത്തിരിഞ്ഞു. കാളി. മണിക്കുട്ടൻ്റെ ശബ്ദം ചെലമ്പി. കിടുങ്ങിപ്പോയി കാളിച്ചരൺ. ബ്ലേഡ് ഉയർത്തിക്കൊണ്ട് ഒരു ഞണ്ടിനെ പോലെ കയറി വരുന്നു JCB വീടിന് നേർക്ക്. അത് തള്ളിമറിക്കാൻ. അധ്യായം 24. JCBയുടെ ഉയർന്ന ഷവൽ പൊടുന്നനെ ചരിഞ്ഞ് ലംബമായി. അതിൻ്റെ ടീത്തുകൾ വേൽനാളങ്ങളേറ്റ് തിളങ്ങി. കാളിച്ചരണിൻ്റെ കണ്ണുകൾ വട്ടമുഴിഞ്ഞു. അതുവരെ പ്രകടിപ്പിച്ചിരുന്ന ശാന്തതയ്ക്ക് പകരം മുഖത്ത് കല്ലിച്ച ഒരു ഭാവം മിന്നുന്നത് മണിക്കുട്ടൻ കണ്ടു. ചൗടയ്യ അലറിച്ചിരിച്ചു. അങ്ങോട്ട് കയറി ഒരു പെണ്ണിനെ പിടിച്ചിറക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ലടാ. അവൾ നിൽക്കുന്നത് എവിടെയാണോ അവിടെ ഞങ്ങൾ തകർക്കും. അവളെ പുറത്തു ചാടിക്കും. പിന്നെ അവൾ വന്നു വീഴും ഞങ്ങളുടെ അമ്മയുടെ കാൽക്കലേക്ക്. നീ നോക്കിക്കോ. JCBയുടെ ഷവലും വീടും തമ്മിലുള്ള അകലം ഇപ്പോൾ 3 മീറ്ററിൽ കൂടുതലില്ല. കാളിച്ചരൺ ശ്രദ്ധിച്ചു. ഇനി അത് ആന മരം തള്ളുന്നതുപോലെ വീട് തള്ളിമറിക്കും. ഒരുപക്ഷെ തൻ്റെ കുടുംബം അതിനുള്ളിൽ പിടഞ്ഞു തീർന്നെന്നിരിക്കും. ഇനി പുറത്തേക്കോടിയാൽ അകത്തുള്ളവർ ഗുണ്ടകളുടെ പിടിയിലാവും. കാളിച്ചരൺ വെട്ടിത്തിരിഞ്ഞ് തിമ്മക്കയെ നോക്കി. മരണക്കളിക്ക് ഒരുങ്ങരുത് നിങ്ങൾ. ഒരുങ്ങുമെടാ. തിമ്മക്ക പല്ലിളിച്ചു. അവളെ ഇല്ലാതാക്കാനുള്ള കളിയായത്. പിന്നെ നിന്റെയും കുടുംബത്തിൻ്റെയും. തിമ്മക്കയുടെ കണ്ണുകളിൽ വിഷം തിളങ്ങുന്നതുപോലെ അവന് തോന്നി. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്നെ പിന്നീട് കുറ്റപ്പെടുത്തരുത്. ഇനി ഞാൻ സൗമ്യതയുടെ സമീപനം വെടിയുകയാ. പറഞ്ഞതും മിന്നൽ വേഗത്തിൽ കാളി മുന്നോട്ട് കുതിച്ചു. അവൻ്റെ ലക്ഷ്യം ആർക്കും പിടികിട്ടിയില്ല. JCB വീടിനെ തള്ളിമറിക്കാൻ ഭാവിക്കുകയായിരുന്നു. ഒറ്റ സെക്കൻഡിനുള്ളിൽ കാളിച്ചരൺ അതിലേക്ക് കുതിച്ചു കയറി. ഒറ്റ ചവിട്ട്. JCBയുടെ ഡ്രൈവർ വിലാപത്തോടെ ഒരു വശത്തേക്ക് മറിഞ്ഞു. അടുത്ത നിമിഷം കാളി ആ സീറ്റിലമർന്നു. JCBയുടെ ഷവൽ വീടിനെ തൊടാനാഞ്ഞ നിമിഷത്തിൽ അവനത് തിരിച്ചു. ഭിത്തിയെ പോറിച്ചുകൊണ്ട് ഞണ്ടിൻകാൽ പോലെ അത് തിരിഞ്ഞു. കൊല്ലട അവനെ. തിമ്മക്ക ഗർജിച്ചു. വസന്തരാജും പുട്ടരാജും ഒപ്പം ഗാർഡുകളും മുന്നോട്ട് കുതിച്ചു. എന്നാൽ JCBയുടെ സീറ്റ് കറക്കി തിരിച്ച് കാളി പിൻദിശയിലെത്തി. ബാക്ക് ഹോയിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി. ആന തുമ്പിക്കൈ വീശുന്നതുപോലെ അവനത് ഉയർത്തി വീശി. അവിടെ കിടന്ന ഒരു ബൊലീറോ നടുവെ ഒടിഞ്ഞതുപോലെ റോഡിലേക്ക് തെറിച്ചു വീണു. അതിൻ്റെ ഗ്ലാസുകൾ ചിതറി. മുന്നോട്ടാഞ്ഞവർ സ്തംഭിച്ചു നിന്നു. JCB മുറ്റത്തു വട്ടം തിരിഞ്ഞു.
അതിൻ്റെ കൂറ്റൻ ജാക്കികൾ പിൻകാലുകൾ പോലെ തറയിൽ ഇടിച്ചമർന്നു. ഒറ്റയൊരുത്തൻ മുന്നോട്ടടുക്കരുത്, കാളി അലറി. ഇതുകൊണ്ട് കുഴിയെടുത്ത് എല്ലാറ്റിനെയും ഞാൻ ഇവിടെ തന്നെ മൂടിക്കളയും. ഞൊടിയിടയിൽ ആന ചിഹ്നം വിളിക്കുന്നത് പോലെ JCBയുടെ ബാക്ക്ഹോ ഉയർന്ന് മുന്നോട്ട് കമിഴ്ന്നു. തിമ്മക്കയുടെ തലയ്ക്ക് മീതെ അത് താഴ്ന്നു വന്നു. എടാ, അലറിക്കൊണ്ട് തിമ്മക്ക ഓടാനാഞ്ഞു. അനങ്ങരുത്. JCBയുടെ മുരൾച്ചയ്ക്കിടയിലും കാളിയുടെ ശബ്ദമുയർന്നു. നേരത്തെ ജീപ്പ് തട്ടിയെറിഞ്ഞതുപോലെ നിങ്ങളെ ഞാൻ പറപ്പിക്കും. റോഡിലേക്ക് കാണണോ? തിമ്മക്കയുടെ മാത്രമല്ല, കണ്ടു നിന്നവരുടെയെല്ലാം ചോര മരവിച്ചു. ഉരുക്കുകോരി ഉച്ചിയിൽ പതിക്കുമെന്ന് തോന്നിയപ്പോൾ തിമ്മക്ക തറയിലേക്ക് ഇരുന്നു പോയി. അപ്പോൾ ബാക്ക്ഹോയുടെ ടീത്ത് അവർക്ക് തൊട്ടു പിന്നിലായി മണ്ണിൽ കുത്തി. അടുത്ത നിമിഷം കുറെ മണ്ണും തിമ്മക്കയെയും ഒന്നിച്ചു കോരിക്കൊണ്ട് അത് മുകളിലേക്കുയർന്നു. എടാ മക്കളെ, രക്ഷിക്കടാ! തിമ്മക്ക അലറിക്കരഞ്ഞു. ഐസിൽ പുതഞ്ഞതുപോലെ നിൽക്കുകയാണ് തിമ്മക്കയുടെ മക്കളും ഗാർഡുകളും. കാളിച്ചരൺ ക്രൂരമായ ഭാവത്തിൽ ബാക്ക്ഹോ ഒന്ന് കുലുക്കി. മണ്ണ് താഴേക്ക് പറന്നു. തിമ്മക്ക ഭിത്തിയിൽ ഉരുക്കു തുമ്പിക്കൈയിൽ അള്ളിപ്പിടിച്ചു. 10 അടി ഉയരത്തിലിരുന്ന് അവർ ഭൂമിയിലേക്ക് നോക്കി. ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾ പരിഹാസത്തോടെ തന്നെ നോക്കുന്നു. തിമ്മക്കയുടെ പരിഭ്രാന്തിയും രോദനവും അവർ ആദ്യം കാണുകയാണ്. കാളി, അമ്മയെ താഴെ ഇറക്കാൻ വസന്തരാജ് കൽപ്പിച്ചു. പോടാ പുല്ലേ! കാളി ചുണ്ടുകൂട്ടി. ഒന്നുമല്ലെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ചങ്കുറപ്പുള്ള ഒരുത്തൻ മതി നിന്റെയൊക്കെ അഹങ്കാരം ശമിപ്പിക്കാനെന്ന് ബോധ്യമായല്ലോ. വസന്തരാജ് വിവശനായി അനുജന്മാരെ നോക്കി. അവരുടെ മുഖത്ത് രക്തമയമേ ഉണ്ടായിരുന്നില്ല. എങ്കിൽ ഞങ്ങൾക്കെന്ത് ചെയ്യാനാവുമെന്ന് ഞാൻ കാണിച്ചു തരാം. കാളിയുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി പുട്ടരാജ് അവൻ്റെ വീട്ടിലേക്ക് കുതിച്ച് അടഞ്ഞുകിടന്ന നാഗരാജൻ്റെ വീട്ടുവാതിൽ ഒറ്റ ചവിട്ടിന് തുറന്നു. അകത്ത് ഭയന്ന് നിന്നവരിൽ നിന്ന് കോഴിക്കുഞ്ഞിനെ പൂച്ച പിടിക്കുന്നത് പോലെ വിശ്വജാലയെ വലിച്ചിഴച്ച് മുറ്റത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ പോക്കറ്റിൽ കിടന്നിരുന്ന പിസ്റ്റൾ വലിച്ചെടുത്ത് അവളുടെ കാതിലേക്ക് കുത്തിക്കയറ്റി. എനിക്കൊട്ടും സമയമില്ലടാ. അമ്മയെ താഴെ ഇറക്കിക്കോ, അല്ലെങ്കിൽ കൊല്ലും ഞാനിവളെ. അത് കഴിഞ്ഞ് അകത്തുള്ളവരെയും നിന്റെ മുന്നിലിട്ട് തീർക്കും. തിമ്മക്ക കങ്കാരുവിൻ്റെ വയറ്റിൽ നിന്നവണ്ണം തലനീട്ടി നോക്കി. കാളിച്ചരൺ അതൊന്നും ശ്രദ്ധിച്ചില്ല. മണിക്കുട്ടൻ എന്തു വേണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. കാളി പുട്ടരാജിന് നിർദ്ദേശം നൽകി. നീയങ്ങോ കൊന്നേരടാ എല്ലാവരെയും. അങ്ങനെ നിന്റെ ഞരമ്പിലോടുന്നത് ഈ പൂതനയുടെ ചോരയാണെന്ന് തെളിയിക്ക്. അപ്പോൾ എൻ്റെ കുടുംബം മാത്രമല്ലേ നശിക്കൂ. പക്ഷേ നിന്റെ അമ്മയെ താഴെയിട്ട് ഇതുകൊണ്ട് തന്നെ ഞാൻ മണ്ണിലേക്ക് അടിച്ചിറക്കും. അതോടെ രക്ഷപ്പെടുന്നത് കോളാർ ജില്ല മുഴുവനുമാ. സമാധാനം കിട്ടുന്നത് എല്ലാവർക്കുമാ. കൊല്ലടാ അവളെ. എടാ കൊല്ലാൻ! അവൻ കൈ ചൂണ്ടി. പുട്ടരാജിൻ്റെ പിസ്റ്റൾ പിടിച്ച വിരലുകൾ വിറച്ചു. അവൻ ദയനീയമായി തിമ്മക്കയെ നോക്കി. അവസരം ഇനിയും വരും പുട്ട. നീ അവളെയങ്ങ് വിട്ടേര്. തിമ്മക്കയ്ക്ക് പറയാതിരിക്കാനായില്ല. യാന്ത്രികമായി പുട്ടരാജിൻ്റെ പിടിയയഞ്ഞു. അവനെ നോക്കി പുച്ഛഭാവത്തിൽ ചിരിച്ചുകൊണ്ട് വിശ്വജാല വീടിനുള്ളിലേക്ക് കയറിപ്പോയി. നീ കാതിൽ നുള്ളിക്കോടി, ഇതിനുള്ള മറുപടി തരും ഞാൻ, അവൻ വിളിച്ചു പറഞ്ഞു. വിശ്വജാല വാതിൽക്കൽ നിന്നു. പിന്നെ തോളിനു മുകളിലൂടെ തല തിരിച്ചു നോക്കി. അതുവരെ ഈശ്വരൻ നിനക്ക് ആയുസ് നീട്ടിത്തരണേന്ന് പ്രാർത്ഥിച്ചോടാ. തിമ്മക്ക അസ്വസ്ഥയായി. ഇനി എന്നെ താഴെ ഇറക്കടാ. അങ്ങനെ ചുമ്മാ പറ്റുമോ തള്ളേ? കാളിച്ചരൺ ചിരിച്ചു. ആദ്യം നിങ്ങളുടെ ഈ ഗുണ്ടാപ്പടയും പഴക്കുല കെട്ടിത്തൂക്കാൻ കൊണ്ടുവന്ന ലോറിയും കൊണ്ടുപോകാൻ പറ. അവർ ഒന്നറച്ചു. തോറ്റു മടങ്ങേണ്ടി വരികയാണ്. ജീവിതത്തിൽ ആദ്യ അനുഭവം. സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്തത്. ബാക്ക്ഹോയിൽ തലയമർത്തി തിമ്മക്ക പല്ല് ഞെരിച്ചു. പോകാൻ പറയടി. കാളി JCBയുടെ എഞ്ചിൻ ഓഫ് ചെയ്തു. സർവത്ര നിശബ്ദത. നിശ്ചലമായ ജയൻ വീലിൽ എന്നവണ്ണം അന്തരീക്ഷത്തിൽ തിമ്മക്ക. നിങ്ങൾ പോയിക്കോടാ. വേറെ നിവൃത്തിയില്ലാതെ അവർ നിർദ്ദേശിച്ചു. ഗാർഡുകൾ അവശേഷിച്ച 4 ബൊലീറോകളിലായി കയറി. അവ മുറ്റത്തുനിന്ന് റോഡിലേക്കിറങ്ങി. ലോറി ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചപ്പോൾ കാളിച്ചരൺ മണിക്കുട്ടനെ നോക്കി. അവനോട് പറയടാ അതിങ്ങോട്ട് നീക്കി നിർത്താൻ. മണിക്കുട്ടൻ റോഡിലേക്ക് ചാടി ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. JCB അടിച്ചു തെറിപ്പിച്ച ബൊലീറോയ്ക്കരികിൽ ലോറി നിന്നു. കാളി വീണ്ടും JCB സ്റ്റാർട്ടാക്കി. തിമ്മക്കയെ അങ്ങനെ ഇരുത്തിക്കൊണ്ട് തന്നെ അത് മുന്നോട്ടെടുത്തു. പിന്നെ ഷവൽ കൊണ്ട് ബൊലീറോ കോരിയെടുത്ത് ലോറിയുടെ പെട്ടിയിലേക്കിട്ടു. ഇതും കൂടി കൊണ്ടുപോയിക്കോ, ഒരു ബോണസായിട്ട്. അതുമായി ലോറിയും പോയി. മണിക്കുട്ട, നീ ഇങ്ങോട്ട് കയറിക്കോ, കാളി വിളിച്ചു. മണിക്കുട്ടൻ JCBയിലെത്തി. ഞാൻ പറയുന്നത് എന്താണോ അത് ചെയ്തേക്കണം, അവൻ പറഞ്ഞു. പറഞ്ഞില്ലെങ്കിലും ചെയ്യും. അപ്പം പിന്നെ പറഞ്ഞാലത്തെ കാര്യമോ? മണിക്കുട്ടൻ ഉഷാറായി കഴിഞ്ഞു. കാളി താഴെ ഇറങ്ങി തിമ്മക്കയുടെ ആൺമക്കൾക്ക് മുന്നിലെത്തി. 3 പേരെയും മാറി മാറി നോക്കി. കൊള്ളാം, തള്ളയ്ക്ക് ചേർന്ന കുഞ്ഞുങ്ങൾ. ഇക്കണക്കിന് പോയാൽ ആയുസ് എത്തില്ല കേട്ടോ. ഒരുത്തൻ ചത്തുമലച്ച് കിടന്നില്ലേ? അതിനേക്കാൾ ഭയങ്കരമായിരിക്കും നിന്റെയൊക്കെ കാര്യം.
3 പേരും രോഷത്താൽ ക്ഷമ നശിച്ച് പുകഞ്ഞു നിൽക്കുകയാണ്. എടാ, പുട്ടരാജ് പെട്ടെന്ന് പിസ്റ്റൾ ചൂണ്ടി. അവിവേകം കാണിക്കാതെടാ, നിന്റെ അമ്മ ഇപ്പോഴും മാനത്താ. ആലിപ്പഴം പോലെ താഴെ വീണ് ചിതറണോ? കാളി കൈ ചൂണ്ടി. പുട്ടരാജിന്റെ കൈ അറിയാതെ താണു. ചൗടയ്യ മുറുകെ പിടിച്ചിരിക്കുന്ന ബേസ്ബോൾ ബാറ്റിൽ കാളിയുടെ കണ്ണുകൾ തടഞ്ഞു. തന്നേടാ, നോക്കട്ടെ. അവൻ കൈ നീട്ടി. ചൗടയ്യ അത് പിന്നിലേക്ക് നീക്കിപ്പിടിച്ചു. തരാൻ. ശബ്ദം മാറിയപ്പോൾ അവനത് കൊടുത്തു. കാളിച്ചരൺ അത് തിരിച്ചും മറിച്ചു നോക്കി. കൊള്ളാം. ബോളടിച്ച് പറത്തുക മാത്രമല്ല, വേണമെങ്കിൽ തലമണ്ട അടിച്ചുടയ്ക്കാനും പറ്റും ഇതുകൊണ്ട്, അല്ലേ? ഒന്ന് പരീക്ഷിച്ചാലോ? അവനത് പുട്ടരാജിന്റെ തലയ്ക്ക് നേരെ ഓങ്ങി. പെട്ടെന്ന് പുട്ടരാജ് കൈപ്പത്തി തലയിലമർത്തി. കാളി ബാറ്റ് തിരിച്ച് JCBയിൽ ഒറ്റയടി. അത് നടുവേ ഒടിഞ്ഞു. മുന്നിലെ കട്ടിയുള്ള ഭാഗം തെറിച്ചുപോയി. കാളി പിടിഭാഗം താഴെയിട്ടു. കണ്ടോ, ഇത്രയുള്ളൂ കാര്യം. ഒരറ്റത്ത് പിടിച്ചടിക്കുമ്പോൾ ഇതിൻ്റെയും അടിക്കുന്ന ആളിൻ്റെയും ശക്തിയിൽ ബോൾ പറന്നു പോകും. എന്നാൽ ശക്തമായ ഒരിടത്താണ് അടി കൊണ്ടതെങ്കിലോ? ഇതാ ഫലം. കാളി അവരുടെ കണ്ണുകളിലേക്ക് മാറി മാറി നോക്കി. ഈ ബാറ്റ് പോലെയായിരുന്നു നിങ്ങളും ഇതുവരെ. ഒരു ഭാഗത്ത് മാത്രം പ്രഹരശേഷി. അതിനാൽ എതിർഭാഗം ചിതറിപ്പോയിരുന്നു. പക്ഷേ എന്നെപ്പോലെ എതിർഭാഗത്ത് ആരെങ്കിലും തടഞ്ഞാൽ, മക്കളെ, ബാറ്റ് പോലെ നീയൊക്കെ ഒടിഞ്ഞു പോകും. ആരും മിണ്ടിയില്ല. കാളി തുടർന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, ഞാനൊരു ഉപദേശം തരാം. നീയൊക്കെ വേണമെങ്കിൽ കുടിച്ചു കൂത്താട്ടി നടന്നോ. മറ്റുള്ളവർക്ക് പണിയുണ്ടാക്കാതെ ഇതുവരെയുള്ള കാര്യം വിട്. അവനവൻ്റെ കാര്യം നോക്കി ജീവിക്ക്. അല്ലെങ്കിൽ പണി കിട്ടുമേ, ഉറപ്പായിട്ടും. പിന്നീട് കട്ടിലിൽ കിടന്ന് പൊട്ടിയളിഞ്ഞ് 2ഉം 3ഉം ഒക്കെ സാധിക്കേണ്ടി വരും. പെട്ടെന്ന് കാളിയുടെ ശബ്ദത്തിലെ ശാന്തത മാറി. ചവിട്ടി നടുപൊടിക്കും ഞാനെന്ന് മനസ്സിലായോടാ. പിന്നെ ഒരു കാര്യം കൂടി, തള്ളെ മക്കളും കൂടി കേൾക്കാൻ പറയുകയാ. നിങ്ങളുടെ കോളാർ തങ്കം മരിച്ചതിൽ വിഷുജാലയ്ക്ക് യാതൊരു പങ്കുമില്ല. അവനെ കുത്തിക്കേറിയത് ആരാണെന്നും അവൾക്കറിയില്ല. അതുകൊണ്ട് ഇക്കാര്യം പറഞ്ഞ് ഇനി ആരും ഇങ്ങോട്ട് വരാൻ പാടില്ല. വന്നാൽ. അവൻ്റെ കണ്ണുകളിലെ ചുവപ്പ് മുഖത്തെ മാംസപേശികളിലും പ്രതിഫലിച്ചു. കാളി, ഈ തള്ളയുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് കൊതിയാവുന്നു. താഴേക്കിടട്ടെ? മണിക്കുട്ടൻ JCBയിലിരുന്ന് വിളിച്ചു ചോദിച്ചു. അമ്മയെ താഴെ ഇറക്ക്. കാളിയുടെ മുഖത്തു നോക്കാതെയാണ് വസന്തരാജ് പറഞ്ഞത്. ചുറ്റും നിറഞ്ഞ ജനക്കൂട്ടത്തിനുള്ളിൽ നാണം കെടുകയായിരുന്നു തിമ്മക്കയും മക്കളും. വിട്ടേക്കാം. അല്ലാതെ അവർക്ക് ചെലവിന് കൊടുത്ത് പൂജിക്കാനൊന്നും എനിക്കുദ്ദേശമില്ല. പക്ഷെ ആദ്യം അനിയന്മാരങ്ങ് പോയാട്ടെ. അവർ മടിച്ചു നിന്നു. അമ്മ. കാളി തല വെട്ടിച്ചു. പോകാനല്ലേടാ പറഞ്ഞത്? ഇങ്ങോട്ട് വന്ന രഥത്തിൽ തന്നെ അവരങ്ങ് വന്നോളും. മക്കൾ തിമ്മക്കയെ നോക്കി. നിങ്ങൾ പോയിക്കോ. തിമ്മക്ക സമ്മതിച്ചു. ഇവിടെ ആരും എന്നെ കൊല്ലത്തൊന്നുമില്ല. വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കിക്കൊണ്ട് വസന്തരാജും അനിയന്മാരും ചെന്ന് അസ്റ്റൺ മാർട്ടിനിൽ കയറി. കാർ മുന്നോട്ടുരുണ്ടു. കാളിച്ചരൺ ആംഗ്യം കാണിച്ചു. മണിക്കുട്ടൻ JCBയുടെ ബാക്ക്ഹോ താഴ്ത്തി. പ്രാണൻ മടക്കി കിട്ടിയതുപോലെ തിമ്മക്ക മണ്ണിൽ ചാടി. കത്തുന്ന ഭാവത്തിൽ അവർ കാളിക്ക് നേരെ തിരിഞ്ഞു. ജയിച്ചെന്ന് കരുതരുത് നീ. നിന്റെ തോൽവി തന്നെയാണിതെന്ന് നിന്നെ ഞാൻ ബോധ്യപ്പെടുത്തും. അവർ കൈ ചൂണ്ടി. ആ വിരൽ നിന്നു വിറച്ചു. കാളി പക്ഷെ ചിരിച്ചു. നോക്കുതള്ളേ, എല്ലാം തുടങ്ങിവെച്ചത് നിങ്ങളാ. സ്വന്തം മക്കളോട് പോലും തരുമ്പം സ്നേഹമില്ലാത്തവർ. അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ബലിയാടുകളായി കൊണ്ടു നടക്കുമായിരുന്നു നിങ്ങൾ. എടാ, തിമ്മയ്ക്ക് രോഷവും സങ്കടവും ഒന്നിച്ചു വന്നു. ഈ നിൽക്കുന്ന പട്ടികൾക്ക് മുന്നിൽ നീ എന്നെ ഒന്ന് നാണം കെടുത്തി. അല്ലാതെ നിനക്കൊന്നിനും കഴിഞ്ഞിട്ടില്ല. അതൊരു മഹാവിജയമായി നീ ആഘോഷിക്കല്ലേ. ഞാൻ തിരിച്ചു വരും. അപ്പോൾ തടയാനുള്ള കരുത്തുണ്ടെങ്കിൽ നീ ആർജിച്ചു വെച്ചോ. തറ ചവിട്ടിക്കുലുക്കി അവർ റോഡിലേക്ക് നടന്നു. ഒന്ന് നിന്നേ. കാളിച്ചരൺ പിന്നിൽ നിന്ന് വിളിച്ചു. തിമ്മക്ക സംശയത്തോടെ നിന്നു. തറയിൽ കിടന്നിരുന്ന ചാട്ടയെടുത്ത് അവൻ നീട്ടി. ഇതാ വണ്ടിയുടെ കീ. അവർ ഒന്ന് നോക്കിയതേയുള്ളൂ. കാള വണ്ടിയിൽ കയറിയതുമില്ല. കാള തിമ്മക്കയെ നോക്കി തലയിളക്കി. അതിൻ്റെ കഴുത്തിലെ ഓട്ടുമണികൾ ചിലച്ചു. തിമ്മക്കയുടെ കോപം ഇരട്ടിച്ചു. നീയും ഈ നായ്ക്കളെപ്പോലെ എന്നെ പരിഹസിക്കുന്നോടാ. ചീറിക്കൊണ്ട് തിമ്മക്ക അങ്ങോട്ടെടുത്തു. വണ്ടിയിൽ തിരികെ വെച്ചിരുന്ന കൊടുവാൾ വലിച്ചെടുത്തു. നോക്കി നിന്നിരുന്ന ജനം നെറ്റിച്ചുളിച്ചു. കാളയുടെ കറുത്തിരണ്ട കണ്ണുകളിൽ ഭയം ഓളം വെട്ടി. തിമ്മക്ക മിന്നൽ വേഗത്തിൽ കാളയ്ക്കടുത്തെത്തി. തോറ്റുമടങ്ങുന്ന എനിക്കിനി നിന്നെ വേണ്ട, ഈ വണ്ടിയും വേണ്ട. പറഞ്ഞതും അവരുടെ കയ്യിൽ കൊടുവാൾ ശക്തിയിൽ ഉയർന്നതാണോ. കാളയുടെ കഴുത്തിൽ. കണ്ടു നിന്നിരുന്നവർ കണ്ണടച്ചു. കാള ഉച്ചത്തിൽ ഒന്നമറിപ്പിടഞ്ഞു. ചോരത്തുള്ളികൾ ചിതറിയുയർന്നു. പകുതിയൊടിഞ്ഞ കഴുത്തോടെ കാള വണ്ടിയുമായി ദിശയില്ലാതെ ഓടി. ജനം ശ്വാസം അടക്കിപ്പിടിച്ചു. കുറച്ചോടിയ കാള എതിരെ വന്ന ഒരു കാറിൽ തട്ടി വണ്ടിയുമായി ഒരു വശത്തേക്ക് മറിഞ്ഞു. അവിടെ കിടന്ന് കാലുകളടിച്ച് അത് പിടഞ്ഞു. ചോര തറയിൽ പരന്നു. തിമ്മക്ക ഒന്ന് തിരിഞ്ഞു നോക്കിയതുകൂടിയില്ല.
ചോരയൊലിക്കുന്ന വാളുമായി മുന്നോട്ട് കോമരം പോലെ. അതിനിടെ കാളിച്ചരണിൽ കണ്ണുകളൊന്നു പതിഞ്ഞു. വെട്ടിയത് അവൻ്റെ കഴുത്തിലാണ് എന്ന വണ്ണം. അവർ ചെന്ന് ഗണേശന്റെ ഓട്ടോയിലേക്ക് കയറി. വിടടാ ബംഗ്ലാവിലേക്ക്. ഓട്ടോ നീങ്ങി. എന്നാലും കാളി, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. കനകസഭാപതി ഓടിവന്ന് അവൻ്റെ കൈപിടിച്ചു കുലുക്കി. മറ്റുള്ളവർക്കും അവൻ ഒരത്ഭുതമായിരുന്നു. ആദ്യം രുദ്രേഷ് ഗൗഡ, പിന്നെ ഇപ്പോൾ തിമ്മക്ക. ചേട്ടാ, കാളിചരൺ കനകസഭാപതിയുടെ കണ്ണുകളിലേക്ക് നോക്കി. കൊല്ലാൻ വരുന്നവർക്ക് മുന്നിൽ ഭയന്നോടിയാൽ അവർ പിന്നാലെ വന്ന് നമ്മളെ വെട്ടിക്കൊല്ലും. എതിർത്ത് നിന്നാലോ? ചിലപ്പോൾ വീഴുന്നത് ശത്രുവായിരിക്കും. അഥവാ നമ്മൾ മരിച്ചാൽ അത് വിധിയുടെ നിയോഗമെന്ന് സമാധാനിക്കണം. അല്ലാതെ ഭയന്നോടി മരണത്തെ ഇരുന്നു വാങ്ങരുത്. കാളി ഒന്ന് നിർത്തി. തുടർന്ന് എല്ലാവരെയും നോക്കിക്കൊണ്ട് ബാക്കി പറഞ്ഞു. നിങ്ങളിവിടെ 20,000-ഓളം തൊഴിലാളികൾ. അത്രയും പേരാണ് തിമ്മക്കയുടെയും രുദ്രേഷ് ഗൗഡയുടെയും പേരുകേട്ട് വിറച്ചിരുന്നത്. അവരുടെ 10-50 ആളുകളുടെ മുന്നിൽ പതറിയിരുന്നത്. നിങ്ങൾ ഒറ്റക്കെട്ടായി ഒന്ന് നിന്നു നോക്ക്. നിങ്ങളുടെ ശക്തിക്ക് മുന്നിൽ ഒരുത്തനും പിടിച്ചു നിൽക്കില്ല. കനകസഭാപതിയുടെ ഞരമ്പിൽ ആ വാക്കുകൾ രക്തയോട്ടം കൂട്ടി. അയാളുടെ കണ്ണുകളിൽ ഒരു വെളിച്ചം മിന്നി. നാഗരാജൻ പതുക്കെ തിണ്ണയിലേക്ക് വരുന്നുണ്ടായിരുന്നു. മണിക്കുട്ടൻ JCB റോഡിൽ കൊണ്ടിട്ടിട്ട് മടങ്ങി വന്നു. നാഗരാജൻ കാളിചരണിന്റെ തൊട്ടടുത്തെത്തി. കാളി, ശാന്തസ്വരം. എന്താ അച്ഛാ? ഇന്ന് ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചിരുന്നവരാ ഞങ്ങൾ. അത്യാവശ്യം വേണ്ടതൊക്കെ പാക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പോകുന്നു ഇപ്പോൾ തന്നെ. കാളിചരണിന്റെ കണ്ണുകൾ ഒരു നിമിഷം അച്ഛൻ്റെ മുഖത്ത് തറഞ്ഞു. അങ്ങനെ പോയാൽ എങ്ങനെ അച്ഛാ? കമ്പനിയിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ വാങ്ങണ്ടേ? കാണാതായ അച്ഛൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ചൊക്കെ അറിയണ്ടേ? നാഗരാജൻ മറുപടി പറയും മുൻപ് പോലീസിന്റെ ഒരു തൂവെള്ള സുമോവാൻ അവിടെ വന്നു നിന്നു. എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി. അതിൽ നിന്ന് SP മഹിപാൽ യാദവ് ഇറങ്ങി. സർ, കാളിച്ചരൺ വേഗം അയാൾക്കടുത്തെത്തി. ഇവിടെ നടന്നതൊക്കെ ഞാൻ അറിഞ്ഞു. നിനക്കെൻ്റെ സഹായം വേണ്ടിവരില്ലെന്നറിയാമായിരുന്നു. പക്ഷെ ഒന്നോർക്കുക, തിമ്മക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു പരാജയമല്ല. അവരുടെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരം കൂടിയാണ്. ഒരുപക്ഷെ നിന്നെ കസ്റ്റഡിയിലെടുക്കാൻ IG-യുടെ ഓർഡർ വന്നേക്കും. സർ, കാളിയുടെ മുഖം ചുളിഞ്ഞു. അയാൾ അവൻ്റെ തോളിൽ തട്ടി. ഏതായാലും ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. മഹിപാൽ യാദവ് ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞു. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആളുകൾ നിശബ്ദരായി കാതോർത്തു. തിമ്മക്കയുടെ ബംഗ്ലാവ്. ഓട്ടോയിൽ നിന്നിറങ്ങി അവർ മുന്നോട്ട് ചെല്ലുമ്പോൾ സിറ്റൗട്ടിൽ തന്നെ കാത്തു നിൽക്കുകയാണ് മക്കൾ. മുറ്റത്ത് നിരയായി ഗാർഡുകളും. തിമ്മക്ക ആരെയും നോക്കാതെ അകത്തേക്ക് പോയി. മക്കൾ പിന്നാലെ ചെന്നു. തിമ്മക്ക മുറിയിൽ കയറി വാതിലടച്ചു. മക്കൾ കുറച്ചുനേരം കാത്തുനിന്നു. പിന്നെ പരസ്പരം നോക്കിയിട്ട് ചൗടയ്യ വാതിലിൽ മുട്ടി വിളിച്ചു. അമ്മേ. പ്രതികരണമില്ല. അമ്മേ, വാതിൽ തുറക്ക്. അപ്പോഴും അനക്കമില്ല. മക്കൾക്ക് സംശയമായി. ഓരോരുത്തരും മാറി മാറി വിളിച്ചു. ചവിട്ടി തുറന്നാലോ? വസന്തരാജ് അനുജന്മാരുടെ അഭിപ്രായം തേടി. അവരും അതാണ് ചിന്തിച്ചത്. എന്നാൽ ആ നിമിഷം വാതിൽ തുറക്കപ്പെട്ടു. മക്കൾ കിടുങ്ങിപ്പോയി. വിശ്വാസം വരാതെ വീണ്ടും വീണ്ടും അവർ തുറച്ചു നോക്കി. മുന്നിൽ നിൽക്കുന്നത് അമ്മ തന്നെയാണോ? നിറം മങ്ങിയ കള്ളികളുള്ള ഒരു ലുങ്കിയും നരച്ചു ചുവന്ന ബ്ലൗസും മാത്രമാണ് വേഷം. സ്വർണ്ണാഭരണങ്ങൾ ഒന്നുമില്ല. പകരം കഴുത്തിൽ ഒരു കറുത്ത ചരട്, കൈകളിൽ പച്ച പ്ലാസ്റ്റിക് വളകൾ, അഴിച്ചിട്ടിരിക്കുന്ന തലമുടി, നെറ്റിയിലെ വലിയ പൊട്ട് വിയർപ്പിൽ നനഞ്ഞ് താഴേക്ക് വരുന്നു. അമ്മേ. പുട്ടരാജിന്റെ ഒച്ച ഉയർന്നു. എന്താ ഇത്? അവർ പുച്ഛിച്ചു ചിരിച്ചു. അന്ന് നീയൊന്നും ജനിച്ചിട്ടില്ല. കോളാറിൽ ആദ്യമെത്തിയപ്പോൾ എൻ്റെ വേഷം ഇതായിരുന്നു. അവിടെ നിന്നാണ് ഞാനിതെല്ലാം വെട്ടിപ്പിടിച്ചത്. പക്ഷേ എന്തിനും പോന്ന നീയൊക്കെ ഉണ്ടായിട്ടും ഞാനാ പഴയ തിമ്മക്കയായിരിക്കുന്നു. ഇനി എനിക്കെന്തിനാ ആടയാഭരണങ്ങൾ? ഇനി ഞാൻ ജീവിക്കാൻ പോകുന്നത് തെരുവില, പട്ടിക്ക് സമമായിട്ട്, പഴയ തിമ്മക്കയായിട്ട്. അമ്മേ, എന്തൊക്കെയാ ഈ പറയുന്നത്? വസന്തരാജ് അവരുടെ തോളിൽ പിടിച്ചുകുലുക്കി. അമ്മയ്ക്കെന്താ, ഭ്രാന്ത് പിടിച്ചോ? അതേടാ, എനിക്ക് ഭ്രാന്ത. കഴിവുകെട്ട ശവങ്ങളെ. അല്ലാതെ ഞാൻ എന്തു പറയണം? അവർ ചീറി. പ്രതാപിയായ നിന്റെയൊക്കെ അമ്മ കുറെ പീറകളുടെ മുന്നിൽ തോറ്റില്ലേ? നിന്റെയൊക്കെ കൺമുന്നിൽ വെച്ച്. ഇനി എനിക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ഞാനിനി പഴയ തിമ്മക്കയാകണമെങ്കിൽ അവൻ മരിക്കണം. ആ കാളിച്ചരൺ. അവനെ കൊന്ന് അവൻ്റെ തല എൻ്റെ കാൽക്കൽ വയ്ക്കാൻ നിനക്കൊക്കെ ആകുമോ? അവർ പകയോടെ മക്കളെ മാറി മാറി നോക്കി. അധ്യായം 25. അമ്മേ. ഒരു നിമിഷം കണ്ണടച്ച് നിന്നിട്ടാണ് വസന്തരാജ് ബാക്കി പറഞ്ഞത്. അമ്മ ഒരിടത്തും പോകുന്നില്ല. പഴയതുപോലെ ഒരു രാജ്ഞിയായി ഇവിടെ തന്നെ കഴിയും. അമ്മയ്ക്ക് വേണ്ടത് ആ പട്ടിയുടെ ജീവനല്ലേ? അത് ഞാൻ കൊണ്ടുതരും. അവൻ്റെ തലവെട്ടി ഒരു താലത്തിൽ വെച്ച് അമ്മയുടെ കാൽക്കൽ. അതുപോരെ?
തിമ്മക്കയുടെ നിശ്ചലമായ മിഴികൾ വസന്തരാജിന്റെ മുഖത്ത് തറഞ്ഞു നിന്നു. വാക്കാണോടാ? ചുണ്ട് പതുക്കെ ചലിച്ചു. എന്താ, അമ്മയ്ക്ക് സംശയമുണ്ടോ? ഇതെങ്കിലും അമ്മയ്ക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റിയില്ലെങ്കിൽ മക്കളാണെന്ന് പറഞ്ഞ ഞങ്ങൾ ജീവിച്ചിട്ടെന്താ കാര്യം? പറഞ്ഞത് ചൗടയെയാണ്. തിമ്മക്കയുടെ മുഖം തെളിഞ്ഞു. മതി മക്കളെ, എനിക്കത് മതി. എങ്കിൽ അമ്മ ഈ വേഷം മാറ്. കണ്ടിട്ട് തന്നെ സഹിക്കുന്നില്ല. പുട്ടരാജിന്റെ ശബ്ദം പതറി. ഒരുതരം അറപ്പ് തോന്നിക്കുന്ന വേഷം. തിമ്മക്ക പുഞ്ചിരിച്ചു. മക്കളെ, ആദ്യകാലത്ത് ഇതിനേക്കാളൊക്കെ അറപ്പ് തോന്നിക്കുന്നതായിരുന്നടാ എന്റെ വേഷം. ഗാർഡുകളിൽ ഒരാൾ ഹാളിന്റെ വാതിൽക്കൽ തലനീട്ടി. എന്താടാ? പുട്ടരാജ് അവിടേക്ക് തിരിഞ്ഞു. DYSP ശേഷണ്ണ സാറ് കാണാൻ വന്നിരിക്കുന്നു. വെയിറ്റ് ചെയ്യാൻ പറ. തിമ്മക്ക തിരിച്ച് മുറിയിലേക്ക് പോയി. വളരെ വേഗം വേഷം മാറി. മക്കളും അമ്മയും ഒന്നിച്ചാണ് സിറ്റിംഗ് റൂമിലേക്ക് ചെന്നത്. ശേഷണ്ണ ഭിത്തിയിലെ ഛായാചിത്രങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു. അവരെ കണ്ടതും അയാൾ ഭവ്യതയോടെ തിരിഞ്ഞു. വിവരം അറിഞ്ഞ ഉടനെ ഞാൻ പാഞ്ഞു വരികയായിരുന്നമ്മേ. ഇങ്ങോട്ടാണോടാ വരേണ്ടത്? പോയി അവനെ തൂക്കിയെടുക്കണ്ടായിരുന്നോ? വസന്തരാജ് ശബ്ദമുയർത്തി. വസന്തേ! തിമ്മക്ക അവനെ വിലക്കി. പിന്നെ സിംഹാസന തുല്യമായ കസേരയിലിരുന്നു. ഇടം കാലിനു മീതെ വലതുകാൽ കയറ്റിവെച്ചു. താൻ ഇരിക്കു ശേഷണ്ണേ. അവർ കസേരയിലേക്ക് കൈ ചൂണ്ടി. വേണ്ടമ്മേ, ഞാൻ നിന്നോളാം. അയാൾ ഇരുന്നില്ല. അവരാരും നിർബന്ധിച്ചുമില്ല. താനിപ്പോൾ വന്നതെന്തിനാ? ശാന്തമായിരുന്നു തിമ്മക്കയുടെ ചോദ്യം. അയാൾ ആ മഹിപാൽ യാദവ് ചാർജ് എടുത്തതിനാൽ എനിക്ക് സ്വയം തീരുമാനമെടുത്ത് നീങ്ങാനാവില്ല. അതുകൊണ്ട് ഇവിടെ നിന്നൊരു പരാതി തന്നാൽ വിതിൻ സെക്കൻഡ്സ് അവനെ ഞാൻ പൊക്കിയിരിക്കും. തിമ്മക്ക തലയാട്ടിക്കൊണ്ട് മക്കളെ നോക്കി. അങ്ങനെ ഒരു പരാതി കൊടുത്താൽ നമുക്ക് തന്നെ കുഴപ്പമാകും അമ്മേ, ചൗടയ പറഞ്ഞു. നമ്മൾ അവിടേക്ക് ചെന്നത് എന്തിനെന്ന് മഹിപാൽ യാദവ് ചോദിച്ചാൽ? തിമ്മക്ക അമർത്തി മൂളി. തുടർന്ന് ശേഷണ്ണയോട് നിർദ്ദേശിച്ചു. തൽക്കാലം അങ്ങനൊരു നീക്കം വേണ്ട. മാത്രമല്ല, ഞാൻ പോലീസിന്റെ സഹായം തേടിയാൽ അതെന്റെ ബലഹീനതയാകും. തനിക്ക് കഴിവുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്യുക. മറ്റൊരു കാര്യമുണ്ടല്ലോ അമ്മേ, പുട്ടരാജ് പെട്ടെന്ന് ഓർമ്മിച്ചു. നമ്മുടെ തങ്കത്തിന്റെ മരണത്തിൽ ആ വിശ്വജാലയ്ക്കും പങ്കുണ്ടെന്ന് പറഞ്ഞ് അവളെ കസ്റ്റഡിയിലെടുക്കാം. കേസ് ശേഷണ്ണയുടെ അണ്ടറിലാണല്ലോ. ഗണേശ് സാക്ഷിയുമാകും. അവൾക്ക് പിടി വീണാൽ കാളിച്ചരൻ പട്ടിയെപ്പോലെ വരും. അത് നേരാണല്ലോ. തിമ്മക്കയ്ക്ക് സന്തോഷമായി. അക്കാര്യത്തിൽ തനിക്ക് എങ്ങനെയും ഇടപെടാം ശേഷണ്ണെ. പക്ഷേ കയ്യിൽ കിട്ടിയാൽ അവളെ കൊണ്ടുപോകേണ്ടത് സ്റ്റേഷനിലേക്കല്ല, ഇവിടെ എന്റെ മുന്നിലെത്തണം ആ പട്ടി. ശേഷണ്ണ സമ്മതിച്ചു. അയാൾ വേഗത്തിൽ അവിടെ നിന്നും മടങ്ങി. 5 ലൈറ്റ്സ്. SP മഹിപാൽ യാദവ് ഖനിത്തൊഴിലാളികളുമായി കുറച്ചധികം സംസാരിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇനിയും തിരിച്ചെത്താത്ത സാഹചര്യത്തിൽ അങ്ങനെ നിഷ്ക്രിയരായി ഇരുന്നാൽ പോരെന്നും എന്തൊക്കെ ചെയ്യണമെന്നും അയാൾ ചില സൂചനകൾ നൽകി. അവസാനം പറഞ്ഞു നിർത്തിയതിങ്ങനെ: കാളിചരണിനെ പോലെ ഒരാൾ ഇവിടെയുള്ളപ്പോൾ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നീങ്ങും. എനിക്കുറപ്പുണ്ട്. പോരെങ്കിൽ എന്റെ സഹായവും ഉണ്ടാകും. മഹിപാൽ യാദവിന്റെ ആശയങ്ങൾ അവരുടെ ഞരമ്പുകളിലെ ചോരയോട്ടത്തിന് വേഗത കൂട്ടാൻ പര്യാപ്തമായിരുന്നു. കാളിയെ ഒന്ന് നോക്കിയിട്ട് SP തുടർന്നു. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ജനം കാതുകൂർപ്പിച്ചു. 5 ഖനികളുടെ ഭാഗത്തും നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും ഉണ്ടാവണം. അവിടെ എന്തൊക്കെ നടക്കുന്നെന്ന് നിങ്ങൾ മറ്റുള്ളവരെയും അറിയിച്ചുകൊണ്ടിരിക്കണം. ആരും ഒറ്റയ്ക്ക് ഒരിടത്തും പോകരുത്. ഒന്നിച്ചു നിൽക്കണം. അണഞ്ഞുകിടന്ന ചാരത്തിൽ പെട്ടെന്ന് തീപ്പൊരികൾ തെളിഞ്ഞ അനുഭവമായിരുന്നു അവിടെ. അപ്പോൾ തൽക്കാലം ഞാൻ പോകുന്നു. മഹിപാൽ യാദവ് തിരിഞ്ഞു. അയാൾ ജീപ്പിനരികിലേക്ക് കാളിചരണിനെ കൂടി വിളിച്ചുകൊണ്ടുപോയി. നിന്നോട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. ധൈര്യമായിട്ട് നിന്നോ. അവന്റെ തോളിൽ തട്ടിയിട്ട് അയാൾ സുമോയിൽ കയറി. അത് പാഞ്ഞുപോയി. ജനം കാളിക്ക് ചുറ്റും കൂടി. നമ്മൾ എവിടെ തുടങ്ങണം കാളി? കനകസഭാപതി തിരക്കി. മഹിപാൽ യാദവ് സാർ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ അതിനു മുൻപ് നമുക്ക് സ്വയരക്ഷയ്ക്ക് ഒരു കരുതൽ വേണം. അവൻ പറഞ്ഞത് മനസ്സിലാകാതെ അവർ പരസ്പരം നോക്കി. ടാറിങ്ങിനായി റോഡിലിറക്കിയിരുന്ന മെറ്റൽ കൂനകളിൽ കാളിയുടെ കണ്ണുകൾ തടഞ്ഞു. ഓരോ വീട്ടുകാരും അരച്ചാക്ക് മെറ്റൽ വീതമെങ്കിലും കരുതി വച്ചേക്കുക. അതാണ് നമ്മുടെ ആയുധം. അവർക്ക് കാര്യം പിടികിട്ടി. കാളി, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? മറ്റാരും കേൾക്കാതെ നാഗരാജൻ തിരക്കി. അവൻ ചിരിച്ചു. നനഞ്ഞിറങ്ങിയാൽ പിന്നെ കുളിച്ചു കയറണമെന്നല്ലേ അച്ഛാ പ്രമാണം. നമ്മളാരും അങ്ങോട്ട് വഴക്കിന് പോവില്ല. ഇങ്ങോട്ട് വന്നാൽ കൈയും കെട്ടി നിൽക്കാനും പാടില്ല. അത്രയേ ഉള്ളൂ. ആളുകൾ ചാക്കുകെട്ടുകളുമായി മെറ്റൽ കൂനകൾക്ക് നേരെ നടന്നു തുടങ്ങിയിരുന്നു. മുറ്റത്ത് കിടന്നിരുന്ന ഒരു ചാക്കുമായി വിശ്വജാലയും അപൂർവയും ഇറങ്ങി. വനജയ്ക്ക് ആപത്ശങ്ക തോന്നി. കേരളം. കട്ടാരി പാണ്ഡ്യനും സംഘവും സഞ്ചരിച്ചിരുന്ന ബൊലീറോ ആങ്ങമൂഴിയിലെത്തി. അവിടെ വലത്തേക്ക് ചിറ്റർ എന്ന സൈൻ ബോർഡ് കണ്ടു. വണ്ടി അവിടേക്ക് തിരിഞ്ഞതും
കട്ടാരിപ്പാണ്ടിൻ്റെ ഫോൺ ശബ്ദിച്ചു. തിടുക്കത്തിൽ അയാൾ അതെടുത്തു. തിമ്മക്ക, എത്ര നേരമായടാ, നിന്നെയൊക്കെ വിളിക്കുന്നു. കുറ്റപ്പെടുത്തലിൻ്റെ മൂർച്ചയുള്ള ശബ്ദം. വഴിയിൽ റേഞ്ചില്ലായിരുന്നു അമ്മേ. ഞങ്ങൾ ചിറ്റാറിലെത്താറായി. ഇനി അങ്ങോട്ട് പോകണ്ട, തിരിച്ചു പോരടാ. അയാൾ അമ്പരന്നു. അതേടാ, വേഗം മടങ്ങണം. നമ്മുടെ ഇരകൾ ഇവിടെയുണ്ട്. തിമ്മക്കയുടെ ശബ്ദം പതിഞ്ഞു. ഇവിടെ പ്രശ്നങ്ങളാ. നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിയേ പറ്റൂ. കട്ടാരിപ്പാണ്ടിന് അപകടത്തിൻ്റെ ചൂരടിച്ചു. ഇവിടെയും പ്രശ്നമാ അമ്മേ. സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്ന തിമ്മക്കയെ നോക്കാതെയാണ് അയാൾ പറഞ്ഞത്. തിമ്മക്കയുടെ കണ്ണുകൾ കുറുകി. നേരെ നോക്കടാ. പറ, എന്തു പ്രശ്നം? തങ്ങളെ ആരോ പിന്തുടരുന്ന കാര്യവും ഒരു വാഹനം തകർത്തതും അയാൾ അറിയിച്ചു. തിമ്മക്കയുടെ മുഖത്ത് നടുക്കം പടരുന്നത് കട്ടാരിപ്പാണ്ടും കണ്ടു. കേരളത്തിലേക്ക് നിങ്ങളെ പിന്തുടരുന്ന ഒരു ശത്രു എത്തിയെന്നോ? ആരാ അവൻ? തിമ്മക്കയുടെ മുഖം മുറുകുന്നു. അതറിയില്ലമ്മേ. പക്ഷേ അവൻ്റെ നോട്ടപരിധിയിൽ തന്നെയാണ് ഞങ്ങളെന്ന ഒരു തോന്നൽ. വായടയ്ക്കടാ. തിമ്മക്ക ഗർജിച്ചു. ശത്രു സാന്നിധ്യം മണത്തറിയാൻ കഴിയുന്ന നിനക്കെന്തു പറ്റി? ഉടൻ അവനെ പിടിക്കണം. പക്ഷെ കൊല്ലരുത്. കൈകാലുകൾ വെട്ടി കാട്ടിൽ കളഞ്ഞേര്. എല്ലാം തുറന്നു പറയാൻ അവൻ്റെ നാവ് മാത്രം ബാക്കി വെച്ചേക്കുക. കട്ടാരിപ്പാണ്ടിൻ മറുപടി പറയും മുൻപ് പിന്നിൽ നിന്നൊരു പോലീസ് ജീപ്പ് പാഞ്ഞെത്തി. ബൊലീറോയോ കിടന്ന് അത് മുൻപിൽ കയറി. പിന്നെ റോഡിൽ വട്ടം തിരിഞ്ഞ് കുറുകെ നിന്നു. ഡ്രൈവർ ബ്രേക്ക് പെഡൽ ആഞ്ഞു ചവിട്ടി. പോലീസ് ജീപ്പിൽ നിന്ന് ചിറ്റാർ സിഐയും സംഘവും ചാടിയിറങ്ങി. അമ്മേ, പോലീസ്, ഞാൻ പിന്നെ വിളിക്കാം. കട്ടാരിപ്പാണ്ടിൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഗ്ലാസ് താഴ്ത്തി തല പുറത്തേക്ക് നീട്ടി. സിഐ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. എന്താ സാർ? കട്ടാരിപ്പാണ്ടിൻ തിരക്കി. സിഐ ഡോർ വലിച്ചു തുറന്നു. പിന്നെ കട്ടാരിപ്പാണ്ടിൻ്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് റോഡിലേക്കിറക്കി. തുടർന്ന് കൈ വീശി കർണത്തൊന്നു കൊടുത്തിട്ടായിരുന്നു മറുപടി. നിനക്കൊന്നും അറിയില്ല അല്ലേടാ? സിഐയെ തല്ലാൻ കട്ടാരിപ്പാണ്ടിൻ്റെ കൈ ധരിച്ചു. പക്ഷേ അടുത്ത നിമിഷം ജീപ്പിന് പിന്നിൽ മറ്റൊരു പോലീസ് വണ്ടി കൂടി ബ്രേക്കിട്ടു. അവർ പോലീസ് വലയത്തിലായി. ഇനി സംസാരമൊക്കെ അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട്. വണ്ടിയെയും കർണാടക സംഘത്തെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവർക്ക് പക്ഷേ യാതൊന്നും പിടികിട്ടിയില്ല. അടുത്ത ഭാഗം നാളെ.